ആദ്യമായിട്ട് നമ്മളെ എല്ലാവരെയും ഈ നവവർഷത്തിലേക്ക് സുസ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ആദ്യമായിട്ടൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കാണുകയാണ്. നാരായണത്തിലെ അവസാനത്തെ 10 ദശകങ്ങളാണ് നമ്മൾ ഏകാദശ സ്കന്ധം മുഴുവനും ഈ 10 ദശകത്തിലായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളിന്ന് സാറിൻ്റെ പ്രഭാഷണം നമ്മളിന്ന് കഴിഞ്ഞ ഒരു 5 ആഴ്ചയായിട്ട് നിന്നിരിക്കുകയായിരുന്നു. ദിവ്യക്ഷേത്ര ദർശനം എന്നുള്ള ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ ഗ്രന്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം സന്ദർശിച്ചിരുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ചൈതന്യത്തെ പറ്റി, എങ്ങനെയാണ് അവിടുത്തെ ഉപാസന നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള വിശദമായിട്ടുള്ള വിവരണമാണ് ഫ്രാൻസിസ് സാറിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഒരു കാര്യം പ്രത്യേക നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുകയാണ്, ശ്രദ്ധയ്ക്ക് വേണ്ടി. അത് ഈ ശ്ലോകം തുടങ്ങുമ്പോൾ, ഈ പുസ്തകം തുടങ്ങുമ്പോൾ സ്വാമി എഴുതിയിട്ടുള്ള ഉപാസനാമൂർത്തി സ്വാമി ആ ദേവതകളെ സ്തുതിച്ചുകൊണ്ടാണ്. ഒന്ന് ഗോകർണേശ്വരത്തിലും, രണ്ടാമതായിട്ടുള്ള ഇപ്പോൾ നമ്മൾ തീർത്ഥസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴയിലെ തിരുനാവായ ക്ഷേത്രത്തെക്കുറിച്ചും അതിനെപ്പറ്റി സാറിൻ്റെ ആ വ്യാഖ്യാനം നമ്മൾ നോക്കിയിരുന്നാൽ അന്ന് ഈ തീർത്ഥസ്ഥാനത്തെ പറ്റി ഒന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര മഹത്വമായിട്ടുള്ള, ഒരിക്കൽ കൂടി നമുക്കത് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ അതിന് സൗകര്യം സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. ഇന്ന് നമ്മൾ ദിവ്യക്ഷേത്ര ദർശനത്തിലെ 7ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. രാധ. ഓം ഗുരുഭ്യോ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം. 7ാമത്തെ ശ്ലോകം. സംഭ്രാന്തദൈതമാർഗോദിത ജരഢഖടാകാണ്ഡദണ്ഡാവപാദാഃ സത്യാദ്വൈത പ്രതിഷ്ഠാപക പരഗുരവഃ ശങ്കരാരാധ്യപാദാഃ ജാതാ സർവജ്ഞപീഠാധിഗമ വിരുദ രാജത്പദായൽ സമീപേ സോയം ഭൂയാദ് വിഭൂത്यै മമ ഹരി ഭഗവാൻ കാലടി ക്ഷേത്രവാസി. അപ്പൊ നമുക്ക് അതിന്റെ വ്യാഖ്യാനം നോക്കാം. സംഭ്രാന്ത ദ്വൈത മാർഗോദിത ജരഠ ഘടാകാണ്ഡദണ്ഡാവപാദാഃ സത്യ അദ്വൈത പ്രതിഷ്ഠാപക പരഗുരവഃ ശങ്കരാരാധ്യപാദാഃ ജാതാഃ സർവജ്ഞപീഠാധിഗമ ബിരുദ രാജത്പദാഃ യത് സമീപേ സോയം ഭൂയാദ് വിഭൂത്यै മമ ഹരിഭഗവാൻ കാലടി ക്ഷേത്രവാസി. കാലടി ക്ഷേത്രവാസി ഹരിഭഗവാൻ മമ വിഭൂത്यै ഭൂയാദ്. കാലടി ക്ഷേത്രവാസി, കാലടിയിലെ കാലടി എന്ന ക്ഷേത്രത്തിൽ ആവസിക്കുന്നവനായ, ക്ഷേത്രത്തിൽ വസിക്കുന്നവനായ. അപ്പൊ അവിടെ വസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സവിശേഷമായ സാന്നിധ്യം ചെയ്തരുളുന്ന എന്നാണ് അർത്ഥം എന്ന് നമ്മൾ മുമ്പ് തന്നെ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. കാരണം ഭഗവാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് മാത്രം കുടികൊള്ളുകയല്ല, സർവവ്യാപിയാണ്. അപ്പോ അവിടെ കുടികൊള്ളുന്ന എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ലാക്ഷണികമായ ഒരു പ്രയോഗമാണ്. അവിടെ സവിശേഷമായ
സാന്നിധ്യം ഉള്ളത് കൊണ്ട് അവിടെ വസിക്കുന്നതായി നമ്മൾ പറയുന്നു. ഇതാണ് കാര്യം. ഭഗവാൻ എവിടെയാണെന്നുണ്ടെങ്കിലും, എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ വിളി കേൾക്കും, അല്ലെ? അങ്ങനെയുള്ള ഒരു ശക്തിയാണ്. അപ്പോ കാലടി ക്ഷേത്രവാസി, കാലടി എന്ന ക്ഷേത്രത്തിൽ, അഥവാ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഭൂമിയാണ്, പുണ്യ ഭൂമിയാണ്. ആ ഭൂമിയിൽ, അല്ലാതെ അതിന് എന്താ അർത്ഥമില്ല, ഒരു നിലയം എന്ന് തന്നെ നമ്മൾ അതിന് അർത്ഥം എടുക്കണമെന്ന് ഇല്ല. നമ്മള് നിർമ്മിച്ചിട്ടുള്ള ഒരു എന്താണ്, ഒരു ദേവ ആകാരം, അതിൽ മാത്രമായി കുടികൊള്ളുന്ന എന്നൊരർത്ഥമൊന്നും ഇല്ല. അപ്പൊ കാലടി ക്ഷേത്രത്തിൽ സവിശേഷമായ സാന്നിധ്യത്തോടെ വർത്തിക്കുന്ന ഹരിഭഗവാൻ മമ ഭൂയാത് വിഭൂത്യൈ, എനിക്ക് വിഭൂതിക്ക് കാരണമായി ഭവിക്കട്ടെ. വിഭൂതി ഐശ്വര്യം എന്ന് ഇവിടത്തെ അർത്ഥം. വിഭൂതിക്ക് എന്തും കൂടെ അർത്ഥമുണ്ട്, ഭസ്മം എന്ന അർത്ഥമുണ്ട്, അല്ലെ? ഭസിതം എന്ന അർത്ഥമൊക്കെ അവിടെ ഉണ്ട്. ഭവഭൂതി, ഭവഭൂസിതാനനവും, ഭവഭൂതി എന്നൊരു ഒരു കവിയുണ്ട്. ആ ഭൂതി എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ഭവന്റെ ശരീരത്തിലെ ഭൂതി എന്നാണ് ആ പദത്തിന് അർത്ഥം. അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകമാണ് അദ്ദേഹത്തെ അപ്രകാരം അതിന് അർഹനാക്കിയത് എന്നാണ്. അദ്ദേഹം ഇങ്ങനെ എന്താണ്, തപസ്വി കാം ഗതോവസ്ഥാം ഇത് സുസ്മേരാനനാവിവ ഗിരിജായാഹ സ്തനൗ വന്ദേ ഭവഭൂതി സിതാനനൗ എന്നൊരു ശ്ലോകമുണ്ട് അദ്ദേഹത്തിന്റെ. അപ്പോ ശിവൻ എങ്ങനെയുള്ള ശിവനാണ്? സതീദേവിയുടെ മരണത്തിന് ശേഷം ഇനി താൻ അപരിഗ്രഹനായിരിക്കും, ഇനി ഒരിക്കലും വിവാഹം ചെയ്യുകയില്ല എന്ന് ഒരു ദൃഢനിശ്ചയമെടുത്ത് ഹിമവത് സാനുക്കളിൽ തപസ് ചെയ്യാൻ പോയ ദേവനാണ് ശ്രീപരമേശ്വരൻ. അത് കഴിഞ്ഞ് പാർവതീദേവി ശ്രീപരമേശ്വരനെ തൻ്റെ അർദ്ധാംഗഹാരിണിയാക്കി, അർദ്ധാംഗഹാരിയായി ശിവൻ, ആരെ? പാർവതി ശിവന്റെ അർദ്ധാംഗഹാരിണിയായി മാറി. അത്രയേറെ ആ ദേവിക്ക് വശംവദനായി തീർന്നു. വാസ്തവത്തിൽ അതൊരു വലിയ സത്യമാണ്. എന്താണ് ഈ സത്യം? ഭക്തൻ വിചാരിച്ചാൽ ഈശ്വരനെ തനിക്ക് വശകനാക്കി മാറ്റാം. ഈശ്വരന്റെ അപ്രകാരമുള്ള ഇനി താൻ അപരിഗ്രഹനായിരിക്കും എന്നുള്ള തീരുമാനം പോലും മാറ്റി ആ ദേവിയെ കൂടാതെ നിലനിൽപ്പ് പോലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഭക്തി കൊണ്ട് എന്താണ് അസാധ്യമായിട്ടുള്ളത് എന്നാണ്. അതിനെ ഓർത്ത് പാർവതീദേവി ഹസിക്കുകയാണത്രേ, ചിരിക്കുകയാണത്രേ. പാർവതീദേവി ശ്രീപരമേശ്വരന്റെ ആശ്ലേഷം കൊണ്ട് പാർവതീദേവിയുടെ ശരീരത്തിൽ, മാറിടത്തിൽ ശ്രീപരമേശ്വരന്റെ ഭസ്മം ഇങ്ങ് പ്രസരിച്ചപ്പോ ഗിരിജാദേവിയുടെ സ്തനങ്ങൾ എന്താണ്, ഭസ്മം കൊണ്ട് അങ്ങനെ പരിലസിക്കുകയാണ്. അപ്പൊ എന്ത് തോന്നും ഇത് കണ്ടാൽ? ചിരിക്കുകയാണോ അവ എന്ന് തോന്നും. എന്താണ് ചിരിക്കാനുള്ളത് ഇവിടെ? തപസ്വി കാം ഗതഃ അവസ്ഥാം. ഈ തപസ്വി ഏതവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു ഇപ്പോ? ഇനി സ്ത്രീയെ വേണ്ടാന്ന് വിചാരിച്ച ആള് ഇപ്പൊ എന്തായി? അവളെ കൂടാതെ ജീവിക്കാൻ വയ്യാന്നുള്ള അവസ്ഥയായി. എന്തൊരു മാറ്റമാണ് ഈ അവസ്ഥയ്ക്ക്! ഇത് ആലോചിച്ചുകൊണ്ട് ചിരിക്കുകയാണത്രേ പാർവതീദേവിയുടെ മാറിടങ്ങൾ. തപസ്വി കാം ഗതോ അവസ്ഥാം. ഏതൊരവസ്ഥയിലേക്കായി മാറി ഈ ദേവൻ. ഇത് സുസ്മേരാനനൗ ഇവ എന്ന് ആലോചിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖങ്ങളോട് കൂടിയതാണോ ഈ പാർവതീദേവിയുടെ സ്തനങ്ങൾ? ഇത് സുസ്മേരാനനൗ ഗിരിജായാഹ സ്തനൗ വന്ദേ ഭവഭൂതി സിതാനനൗ. ഭവന്റെ ഭൂതി കൊണ്ട് സിതങ്ങളായ ആനനങ്ങളോട് കൂടിയ ഗിരിജാദേവിയുടെ ആ സ്തനങ്ങളെ ഞാൻ വന്ദിക്കുന്നു എന്ന് ഒരു ശ്ലോകം എഴുതിയ കവിയുടെ പേര് പിന്നെ എന്തായി മാറി? ഭവഭൂതി എന്നായിട്ട് മാറി. അപ്പോ ആ ഭവഭൂതിയെ
നമിക്കുന്നത്. അപ്പൊ ഭവഭൂതിക്ക് ഭവഭൂതി എന്ന് പേര് വരാൻ തന്നെ കാരണം ഇതാണത്രേ, ഈ ഒരു ശ്ലോകമാണത്രേ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു വലിയ വിപ്ലവ കവിയാ ഭവഭൂതി. ആരാണ്? ഉത്തരരാമചരിതം എന്നുള്ള നാടകം എഴുതിയ മഹാനുഭാവനാണ് അല്ലെ. ഉത്തരേ രാമചരിതേ ഭവഭൂതിർ വിശിഷ്യതേ, ഏറ്റവും വലിയ നാടകമാണ് അദ്ദേഹത്തിന്റെ ഉത്തരരാമചരിതം. ഒരു വിപ്ലവാത്മകമായിട്ട് അദ്ദേഹം എഴുതുകയും ചെയ്തു. കാരണം എന്താണ്? നാടകത്തിൽ എന്താണ് വേണ്ടത്? ഏകയേവ ഭവേദംഗി ശൃംഗാരോ വീരയേവവാ എന്നാണ് നാടകത്തിന്റെ നിയമം പറയുന്നത്. ആ നിയമം മാറ്റി അദ്ദേഹം എന്ത് ചെയ്തു? കരുണരസപ്രധാനമായിട്ട് ഉത്തരരാമചരിതം എഴുതി. അപ്പൊ അതൊരു വലിയ വിപ്ലവമല്ലേ? വിപ്ലവമായിട്ട് എഴുതിപ്പോയത് പോട്ടെ, സിദ്ധാന്തവും അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. ഏകോരസ കരുണയേവ നിമിത്തഭേദാ ഭിന്ന പൃഥക് പൃഥകിവ ശ്രയതേ വിവർത്താൻ ആവൃത്തബുദ്ബുധ തരംഗമയാൻ വികാരാൻ അംഭോ യഥാ സലിലമേവ ഹി തത്സമസ്ത. ഒറ്റ രസമേ ഉള്ളൂ ഈ ലോകത്ത്, അത് കരുണമാണ്. അത് ഒരു നദിയിൽ വെള്ളം എപ്രകാരമാണ് ചുഴിയായിട്ടും പിന്നെ കുമിളകളായിട്ടും തരംഗമായിട്ടും പല രൂപത്തിൽ കാണപ്പെടുന്നത്, അതുപോലെ ഈ ദുഃഖമാണ്, കരുണമാണ് പല പല രസങ്ങളായിട്ട് വിവർത്തിതമായി കാണുന്നത് എന്ന് സിദ്ധാന്തിക്കുകയും ചെയ്തു. ആ കരുണമോ എങ്ങനെയായിരിക്കണം എന്നും കൂടെ പറഞ്ഞു. അത് നിസാര കരുണമൊന്നുമല്ല. ജസ്റ്റ് നമ്മളതങ്ങ് കേട്ട് കണ്ണൊന്ന് തുടച്ചു, അത് പോയി, പിന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് പോയി. ഇങ്ങനൊന്നും ആയ പോരാ കരുണം. അതെങ്ങനെയായിരിക്കണം? അഭി ഗ്രാവാരോദിത്യഭിദളതി വജ്രസ്യ ഹൃദയം. കരിങ്കല്ലും കരയണം, ആ വിധത്തിലുള്ള കരുണം. വജ്രത്തിന്റെ ഹൃദയവും പിളരണം, അതായിരിക്കണം കരുണം എന്ന് പറഞ്ഞ കവിയെ വിപ്ലവ കവി എന്നല്ലാണ്ട് എന്താ പറയാ. അപ്പൊ അദ്ദേഹം അറിയപ്പെട്ടത് എങ്ങനെയാണ്? ഭവഭൂതി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അപ്പൊ ഭൂതിക്ക് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് മാത്രമല്ല, പിന്നെ എന്താണ്? ആ ഒരു ഭൂതി തന്നെയാണ് എങ്ങും നിറഞ്ഞിരിക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഇവിടെ ഹരിഭഗവാൻ മമ വിഭൂത്യൈ ഭവതു, എനിക്ക് വിഭൂതിക്ക് കാരണമായി തീരട്ടെ. അപ്പൊ നമ്മള് അദ്വൈത വേദാന്തത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അദ്വൈത വേദാന്ത പ്രതിഷ്ഠാപകനായിട്ടുള്ള ശങ്കര ഭഗവത് പാദർ ഏതൊരു ക്ഷേത്രത്തിൽ ജനിച്ചുവോ, ക്ഷേത്ര സമീപം ജനിച്ചുവോ, ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ നമുക്ക് ഐശ്വര്യത്തിന് കാരണമായി തീരട്ടെ. ഞാൻ ഇത്രയും വിശദമായി ഭവഭൂതിയെ കുറിച്ച് പറഞ്ഞതും എന്തുകൊണ്ടാണ്? നമുക്കറിയാം, സാധാരണ നമ്മൾ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ നമുക്ക് കളഭമാണ്, നമുക്ക് ചന്ദനമാണ് നമുക്ക് തരുന്നത് പ്രസാദമായിട്ട്. ശിവക്ഷേത്രങ്ങളിൽ നിന്നാണ് ഭസ്മം തരുന്നത്. പിന്നീട് അതുപോലെ തന്നെ ഹരിഭഗവാൻ കുടികൊള്ളുന്നിടത്ത് തുളസിയാണ് മാലയ്ക്കായിട്ട് ഉപയോഗിക്കുക, തുളസി മാല. ശിവക്ഷേത്രങ്ങളിലാണെങ്കിൽ കൂവളമാണ്. പിന്നീട് നമുക്ക് ഇത് രണ്ടും ചേർന്ന ഒരു സങ്കല്പമുണ്ടായി. അങ്ങനെയാണ് ശങ്കരനാരായണൻ ഉണ്ടായത്. അപ്പൊ ഒരു ക്ഷേത്രത്തിൽ തന്നെ ഭസ്മവും അതുപോലെ തന്നെ ചന്ദനവും പ്രസാദമായി നൽകുന്ന അഥവാ അവിടെ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന അവസരം ഉണ്ടായി. കൂവളവും തുളസിയും ചേർന്ന മാലയും നമുക്ക് ഉണ്ടായി. ശങ്കരനാരായണൻ എന്ന പ്രതിഷ്ഠയും ഉണ്ടായി. ഇതെല്ലാം എന്താണ്? ഇതൊന്നും ഒന്നിനൊന്ന് വിരുദ്ധമല്ല. അല്ലാതെയുള്ളത് എന്താണ്? അല്ലാതെയുള്ള വിശിഷ്ട അദ്വൈതം. ഒരു ദേവൻ തന്നെ പരബ്രഹ്മത്തിലേക്ക് നാം വരുമ്പോ തന്നെ ആ ഈശ്വര ചൈതന്യത്തിന് പല പല രൂപങ്ങളും ഭാവങ്ങളും, ജ്ഞാനം, ഇച്ഛ, ശക്തി, തേജസ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ആ പരബ്രഹ്മ ചൈതന്യം എന്നുള്ളതാണ് എന്തിലേക്ക് വരുന്നത്? ദ്വൈതത്തിലേക്ക് വരുന്നത്. പല പല വിഭൂതി വിശിഷ്ടമായിട്ടുള്ള പരബ്രഹ്മ ചൈതന്യം എന്നുള്ള സങ്കല്പം അത് മാറ്റി ശങ്കര ഭഗവത് പാദർ എന്തിലേക്കാണ് കൊണ്ടുവന്നത്? അദ്വൈതം. ഇങ്ങനെ വേദങ്ങളൊന്നും തന്നെ ഇല്ലെന്നുള്ളതിലേക്ക് വരികയാണ്. അപ്പോ ആ ശങ്കര ഭഗവത് പാദർ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിഭൂതി എന്തായിട്ട് കാണേണ്ടതില്ല, ഒരു പ്രത്യേകമായ സവിശേഷമായ ഭാവത്തിൻ്റെതായി കണക്കാക്കേണ്ടതില്ല. അപ്പോ ഹരിഭഗവാൻ വിഭൂത്യൈ ഭവതു,
എന്ന് പറയുമ്പോൾ നമ്മൾ വിഭൂതി എന്നുള്ളതിന് ഇനിയിപ്പോ ഭസ്മം എന്ന അർത്ഥം എടുത്താൽ പോലും അതിൽ തെറ്റൊന്നും വരാനില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പറയാണ് സോയം സോയം ഹരിഭഗവാൻ, സഹ ആ ഭഗവാൻ എന്നാണ്. ആ ഭഗവാൻ, ഈ ആ എന്നുള്ള പദം പലയിടത്തും പ്രയോഗിക്കുമ്പോ എന്താണ്, അതുകൊണ്ട് വളരെ അർത്ഥതലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ്. ഈ അത് എന്നുള്ളത് എന്താണ്, ഒരു സർവനാമമാണ്. ആ സർവനാമമാണെങ്കിൽ പോലും പലപ്പോഴും ആഭൂതിയങ്ങ്, കുമാരനാശാൻ പറയുന്നില്ലേ, നിന്റെ ആഭൂതിയങ്ങ് പുനരങ്ങ് കിടപ്പിതോർത്താൽ, നിന്റെ ആഭൂതി. അവിടെ ആ എന്നുള്ളത് കൊണ്ട് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ആ പുഷ്പത്തിന്റെ ആ സൗന്ദര്യ പ്രകർഷത്തെ കുറിച്ചും അതിന്റെ പ്രഭാവാതിരേകത്തെ കുറിച്ചും മുൻപ് പറഞ്ഞിട്ടുണ്ട്. വൈരാഗ്യമേറിയ വൈദികനെയും ശത്രുവിന്റെ മുമ്പിൽ തോറ്റോടിയ ഭീരുവിനെയും തന്നിലേക്ക് ആകർഷിച്ചു നിൽക്കുന്നതിന് ശക്തമായി തീർന്ന ആ സൗന്ദര്യ പ്രകർഷം, ആ അർത്ഥം മുഴുവൻ അതവിടെ. ഈ ആ എന്നുള്ളതിന് ഒരു അർത്ഥം തലം അതാണ്. നമ്മുടെ ഉദ്ദണ്ഡര് തന്നെ പറഞ്ഞുണ്ടായി, എന്താണ്, അന്തഹന്തയ്ക്ക് ഇന്തപ്പട്ട്, ആ ഹന്തയ്ക്ക് ഈ പട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുനൻ നമ്പൂതിരിയെ അദ്ദേഹം ആദരിച്ചത്. അന്ത, അവിടെ ആ അന്ത എന്നുള്ളത് അത് തന്നെയാണ്. ആ അന്തഹന്തയ്ക്ക്, ആ ഹന്ത എന്ന് പറയുമ്പോ എന്താണ്, അവിടെ സമസ്ത ചരാചരങ്ങളും വിലയം പ്രാപിക്കുന്ന ആ പ്രളയകാലം, ആ പ്രളയകാലത്ത് അല്ലാതെ ഭൂമിദേവിയുടെ ലലാടത്തിൽ നിന്ന് ഈ രാജാവാകുന്ന തൊടുകുറി പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എന്താണ്, ഒരിക്കലും നശിക്കില്ലെന്ന് നാം കരുതുന്ന എല്ലാം ബ്രഹ്മാവ് പോലും വിലയം പ്രാപിക്കുന്ന ഒരു പ്രളയം ഉണ്ട് എന്ന വിപുലമായ അർത്ഥതലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അന്തഹന്തയ്ക്ക് ഇന്തപ്പട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദണ്ഡ ദീക്ഷിതര്, ഉദ്ദണ്ഡ പണ്ഡിതൻ പുനൻ നമ്പൂതിരിയെ ആദരിച്ചത്. അതുപോലെയാണ് ഇവിടെ സോയം, ആ അന്ത എന്നുള്ളതിന്റെയും ആ എന്നുള്ളതിന്റെയും അർത്ഥമാണ് സോയം. ആ വിഷ്ണു ഭഗവാൻ ഇവിടെ നമുക്ക് ഐശ്വര്യത്തിന് കാരണമായി തീരട്ടെ. ഇനി ആ വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചില പരാമർശങ്ങൾ ഇവിടെ നൽകുകയാണ്. എന്താണ്? സംഭ്രാന്ത ദ്വൈത മാർഗോദിത ജരഠ ഘട കാണ്ഡ ദണ്ഡാവപാതാഹ. ബഹുവചനത്തിലാണ് പ്രയോഗം. സംഭ്രാന്തമായ ദ്വൈത മാർഗത്തിൽ ഉദിതമായ ജരഠ ഘടാ കാണ്ഡ ദണ്ഡാവപാതാഹ. സംഭ്രാന്തം എന്ന് പറഞ്ഞാൽ സംഭ്രമിച്ചത്, ഭ്രാന്തമായത് എന്നർത്ഥം. ഭ്രമിക്കുക എന്ന് പറഞ്ഞാല് എന്താണ്? കറങ്ങുക. സംഭ്രാന്തം, നമ്മൾ ഭ്രാന്ത ചിത്തം എന്നൊക്കെ പറയാറില്ലേ, ആളുകളെ ഭ്രാന്തമായ ചിത്തത്തോട്, ഒന്നിലും ഉറച്ചു നിൽക്കാതെ ഭ്രാന്തമായിരിക്കുന്ന, അലഞ്ഞു നടക്കുന്ന ചിത്തത്തോട് കൂടിയത് എന്നൊക്കെ അർത്ഥമാണ് ഭ്രമിക്കുന്ന. സംഭ്രാന്തമായ ദ്വൈതമാർഗം, ആ ദ്വൈതമാർഗം എങ്ങനെയുള്ളതാണ്? അത് സംഭ്രാന്തമാണ്. ഇത് പരബ്രഹ്മത്തിന് തന്നെ വിഭിന്നങ്ങളായ ഭാവങ്ങൾ ഉള്ളതായി സങ്കല്പിച്ചു കൊണ്ടുള്ളതായ ആ മാർഗം. അവിടെയാണ് എങ്ങനെ ഉള്ളതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്? നിർമ്മലമായ നിർഗുണമായ ബ്രഹ്മമല്ല, നിർമ്മലം തന്നെ, അതെന്തല്ല, നിർഗുണമല്ല. വിവിധങ്ങളായ ഗുണങ്ങൾ അതിന് ഉണ്ട്. എന്തൊക്കെയുണ്ട്? അതിന് ജ്ഞാനമുണ്ട്, പിന്നെ എന്താണ്, ഐശ്വര്യമുണ്ട്, തേജസ്, കൃപ, വാത്സല്യം, ഇങ്ങനെ പല പല ഭാവങ്ങൾ ഉള്ളതാണ്. അപ്പൊ ഇത് ഇപ്രകാരം ഭ്രാന്തമായിരിക്കുന്ന ദ്വൈതമാർഗത്തിന് ഉദിതം, ആ ദ്വൈതമാർഗത്തിന് ഒരു എന്താണ്, വിപരീതമായിട്ട്, അതിൽ നിന്ന് ഭിന്നമായ ഒരു ദർശനമായി ഉദിതമായിട്ടുള്ള ജരഠഘട, അതൊരു ജരഠമായ ഘടമാണ്. ജരഠം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴകിയതായ ഘടം. ആ ഘടത്തിന് കാണ്ഡദണ്ഡാവപാതാഹ, അതിന്റെ കാണ്ഡത്തിൽ ഒരു ദണ്ഡത്തിന്റെ അവപാദം. ദണ്ഡാവപാദം എന്ന് പറഞ്ഞാൽ എന്താണ്? അടി, അതിനെ അടിക്കുക, ദണ്ഡത്തിന്റെ വീഴ്ച. അപ്പോ ആ വളരെ കാലമായി
പ്രപഞ്ചത്തിൽ ജനങ്ങളുടെ മനസ്സിൽ കുടികൊണ്ടിരുന്ന ദ്വൈതമായ ആശയത്തിന് ശങ്കര ഭഗവത്പാദർക്ക് ശേഷവും ഈ മധ്വാചാര്യനൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദ്വൈതമാർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യത്തിൽ നിന്ന് ഭിന്നമായ വിധത്തിൽ ബ്രഹ്മസൂത്രങ്ങളെ വ്യാഖ്യാനിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതില്ലെന്നല്ല. പക്ഷെ അതിന്റെ മുമ്പും ജനം എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്? ഈശ്വര ചൈതന്യത്തെയും പിന്നെ വ്യക്തി ചൈതന്യത്തെയും വേറെ വേറെയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ദ്വൈതം അവിടെ, ആ ചിന്ത അവിടെയുണ്ട്. അതിനെ പ്രഹരിച്ച് എന്താണ് ഉടച്ച് ഇല്ലാതെയാക്കി തന്റെ അദ്വൈത സിദ്ധാന്തത്തിലൂടെ. അപ്പോ ആ ജഡമായ ഘടത്തിന് മുകളിൽ വീണ ഒരു ദണ്ഡപ്രഹാരമായിട്ടാണ് ആര് വന്നത്? ശങ്കര ഭഗവത്പാദർ വന്നത്. അങ്ങനെയുള്ള ദണ്ഡപാദം തന്നെയായിരിക്കുന്ന ശങ്കര ഭഗവത്പാദർ എന്നാണ്. അദ്ദേഹം അത് ചെയ്തു എന്നല്ല, അത് തന്നെയായിരുന്നു അദ്ദേഹം. നമ്മൾ പറയാറുണ്ടല്ലോ, അപ്പൊ ആയുസ് ഘൃതമാണ് എന്ന് പറയാറുണ്ട്. ആര്? ആയുർവേദത്തിലെ ആയുർഘൃതം. എന്തുകൊണ്ടാണ്? ഘൃതം ആയുഷ്കരമാണ്. ഘൃതം നമുക്കറിയാമല്ലോ, നെയ്യ് എന്നാണ് അർത്ഥം. അത് ആയുസ്സിനെ വർദ്ധിപ്പിക്കാൻ പര്യാപ്തമാണ്. അത് വെറുതെ നെയ്യ് കഴിക്കല്ല, അതിന് കഴിക്കുന്നതിന് അതിന്റെ വിധികളൊക്കെ ഉണ്ട്. അപ്പൊ ആയുർവർദ്ധകമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തൊട്ട് ഇനി 3 നേരം ഓരോ സ്പൂൺ നെയ്യ് അങ്ങോട്ട് കഴിക്കാം എന്ന് വിചാരിക്കരുത്. അത് കഴിക്കുന്നതിന് എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള വിധികളുണ്ട്. ആ വിധിയാണ്. അപ്പോ അതിശയകരമായ വിധത്തിൽ, അതിശയകരം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും അതിക്രമിച്ച് നിൽക്കുന്ന വിധത്തിൽ ആയുഷ്കരത്വം ഉള്ളത് കൊണ്ട് എന്ത് പറഞ്ഞു? ആയുസ് തന്നെയാണ് ഘൃതം എന്ന് പറഞ്ഞു. അതുപോലെയാണ് സാതിശയമായ വിധത്തിൽ ദ്വൈത വേദാന്തത്തെ, ദ്വൈത സിദ്ധാന്തത്തെ ഖണ്ഡിച്ചത് കൊണ്ട് ദ്വൈത സിദ്ധാന്തത്തിന് മുകളിലേറ്റ ദണ്ഡപ്രഹാരം തന്നെയായ ഈ ഭഗവത്പാദർ എന്നർത്ഥം. അപ്പൊ സംഭ്രാന്ത ദ്വൈതമാർഗ ഉദിത ജരഢ ഘടാ കാണ്ഡദണ്ഡാവപാദാഹ. പിന്നെ എന്താണ്? അങ്ങനെയുള്ള ശങ്കരാചാര്യൻ സത്യ അദ്വൈത പ്രതിഷ്ഠാപക പരഗുരവഃ, സത്യമായിരിക്കുന്ന അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രതിഷ്ഠാപകനായ പരഗുരവഃ, പരഗുരുക്കന്മാർ. ബഹുവചനം പ്രയോഗിക്കുന്നത് അവിടെ പൂജക ബഹുവചനമാണ്. അപ്പോ സത്യമായിട്ടുള്ള അദ്വൈത പ്രതിഷ്ഠാപകൻ. അദ്വൈതം എന്താണ്? നമ്മൾ ഈശ്വര ചൈതന്യത്തിൽ നിന്ന് ഭിന്നരല്ല, നമ്മളും ഈശ്വര ചൈതന്യവും ഒന്ന് തന്നെയാണ്. അപ്പോ അദ്വൈതം, രണ്ടാമതൊന്ന് ഇല്ല. രണ്ടാമതൊന്നില്ല എന്ന് പറയുന്നതിൽ തന്നെ എന്തുണ്ട്? വൈവിധ്യവും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. 1,00,000 ഇലകളുള്ള ഒരു ചെടി എടുത്തു നോക്കുക, അല്ലെങ്കിൽ ഒരു വൃക്ഷം എടുത്തു നോക്കുക. ആ വൃക്ഷത്തിലെ എല്ലാ ഇലകളും ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവ എന്തല്ല? അവ ഒരേപോലെയല്ല. ഒരില പോലെ മറ്റൊരില ഇല്ല. കണ്ടാൽ നമുക്ക് തോന്നും സമമാണ്, ആ ഇലയ്ക്ക് സമമാണ് ഈ ഇല എന്ന് നമുക്ക് തോന്നുമെങ്കിലും, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സമം ഇടുമ്പോ നമ്മൾ 2 വരയാണ് ഇടുന്നത്. എന്താണ്? സർവസമമാകണമെങ്കിൽ 3 വര വേണം, കോൺഗ്രുവന്റ് അല്ലെ? അങ്ങനെ സർവസമമായിട്ട് വരുന്നില്ല. അപ്പോ എന്താണ്? ഒന്നുപോലെ അല്ല ഒന്ന്. എന്നാലും ഇതെന്താണ്? ഇതിലെല്ലാം ഒരേ ചൈതന്യമാണ് എന്നർത്ഥം. അപ്പൊ സത്യമായ അദ്വൈതത്തിന്റെ പ്രതിഷ്ഠാപകനായ പരമഗുരു, അദ്വൈതത്തിന് വേറെയും ഗുരുക്കന്മാർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, നമുക്കിതെല്ലാം പറഞ്ഞു തന്ന ധാരാളം ഗുരുക്കന്മാരുണ്ട്. പക്ഷേ പരമനായ ഗുരു ശങ്കര ഭഗവത്പാദരാണ്. അങ്ങനെയുള്ള ശങ്കര ഭഗവത്പാദർ ശങ്കര ആരാധ്യപാദാഹ, ശങ്കരർ എന്ന ആരാധ്യപാദർ, ആരാധ്യമായ പാദത്തോട് കൂടിയവർ, അല്ലെങ്കിൽ എന്ത് പറയാം, ആ ആരാധ്യമായ ആ സ്ഥാനം. ശങ്കരാചാര്യ എന്നുള്ള പദം അഥവാ പാദം, അതിന് എന്തൊക്കെ അർത്ഥമുണ്ട്?
അതിന് പല പല അർത്ഥങ്ങളുണ്ട്. സ്ഥാനമെന്നും ഒക്കെ അതിന് അർത്ഥമുണ്ട്. ഏതാണെങ്കിലും ആ ശങ്കര ആരാധ്യപാദർ, ശങ്കരൻ എന്ന പൂജ്യപാദർ എന്ന് ഇവിടുത്തെ അർത്ഥം. ആ പൂജ്യപാദർ ജാതാഹ, ജാതരായി. എവിടെയാണ് ആരാധ്യപാദർ, ആ ആചാര്യർ? പിന്നെ എങ്ങനെയും കൂടിയാണ് വീണ്ടും ഇതാ വിശേഷണം വരുന്നു. സർവജ്ഞ പീഠാധിഗമ ബിരുദ രാജപദാഹ. സർവജ്ഞ പീഠം, സർവജ്ഞപീഠത്തിൽ അധിഗമം ചെയ്യുക, അതിൽ ആരൂഢനാവുക എന്നുള്ള ബിരുദം കൊണ്ട് രാജത്തായിട്ടുള്ള, രാജത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജിക്കുന്നത്, വിരാജിക്കുന്നത്, വിരാജിക്കുന്നതായ പദത്തോട് കൂടിയവർ. പദം സ്ഥാനം എന്നർത്ഥം. അപ്പോ പദം സ്ഥാനവും മാത്രമല്ല പാദവും കൂടിയാണ്. അതിനെയും പദം എന്ന് പറയും അല്ലെ? വിഷ്ണുപദം, വിഷ്ണുവിന്റെ സ്ഥാനം. ഇനി വിഷ്ണുവിന്റെ പാദങ്ങൾ എന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നും ഇല്ല. അപ്പോ സർവജ്ഞ പീഠാധിഗമ ബിരുദ രാജപദാഹ, സർവജ്ഞ പീഠത്തെ ആരോഹണം ചെയ്യുക. അതിൽ ആരോഹണം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വലിയ ഒരു ബിരുദ ദാനമാണ് എന്നർത്ഥം അല്ലെ? ഇന്നിപ്പോ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടേ തന്നെ എന്താണ്? ബിരുദത്തിലേക്ക് ആരോഹണം ചെയ്യലാണ്. എവിടെ നോക്കിയാലും LKG കുട്ടികളുടെ ഗ്രാജുവേഷൻ, UKG കുട്ടികളുടെ ഗ്രാജുവേഷൻ, എന്തൊക്കെയാണ് ഇപ്പോ വരുന്നത്. ഏതാണെങ്കിലും സർവജ്ഞപീഠം ആരോഹണം ചെയ്യുക എന്നുള്ളത് എന്താണ്? പരമോന്നതമായിട്ടുള്ള ഒരു എന്താണ്? ബിരുദദാനം ആണ്. അങ്ങനെയുള്ള ബിരുദത്തോടു കൂടിയവനായ പാദൻ, അങ്ങനെയുള്ള ബിരുദത്താൽ അലങ്കൃതനായ ശങ്കര ഭഗവത് പാദർ യത് സമീപേ, യാതൊരു ക്ഷേത്രത്തിന് സമീപത്താണോ ജാതനായത്, ജാതാഹ സഹ അയം ഭൂയാത് വിഭൂത്യൈ, സഹ അയം നഹ വിഭൂത്യൈ ഭൂയാത്. അങ്ങനെയുള്ള ആ വിഷ്ണു ഭഗവാൻ, ഏതൊരു വിഷ്ണു ഭഗവത് പാദർ, വിഷ്ണു ഭഗവാൻ സവിശേഷമായ സാന്നിധ്യത്തോട് അലങ്കരിക്കുന്നതാണോ കാലടി ക്ഷേത്രം, ആ കാലടി ക്ഷേത്രത്തിൽ വസിക്കുന്നവനായ വിഷ്ണു ഭഗവാൻ നമുക്ക് വിഭൂതിക്ക് കാരണമായി തീരട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ആ അദ്വൈതത്തിന്റെ പ്രതിഷ്ഠാപനം വാസ്തവത്തിൽ സമസ്ത ദുരിതങ്ങളുടെയും നിവാരണത്തിന് പരിഹാര മാർഗമാണ് അതിലൂടെ നിർദ്ദേശിക്കപ്പെട്ടത്. നേരത്തെ തന്നെ നമ്മൾ പറയുകയുണ്ടായി, നമ്മൾ പറയല്ല ഉണ്ടായത്, നെൽപ്പത്തൂർ നാരായണ ഭട്ടപാദർ സമസ്ത ദുഃഖത്തിനും ഭയത്തിനും കാരണമായിട്ടുള്ള ആ ദ്വൈതഭാവത്തെ പരാമർശിക്കുക ഉണ്ടായി. ദ്വിതീയാദ്വൈ ഭയം ഭവതി, ദ്വിതീയനിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്, രണ്ടാമതൊന്നുണ്ട് എന്നുള്ള ഭീതിയാണ് നമുക്ക് എന്നുള്ള ധാരണയാണ് നമുക്ക് ഭയത്തിന് കാരണമായി വർത്തിക്കുന്നത്. അത് ഈ ലോകത്തിൽ നമുക്ക് അനുഭവസിദ്ധമായിട്ടുള്ള ഒന്നാണ്. എവിടെയാണ് നമ്മൾ ഒന്നായി കാണുന്നത് അവിടെ ഭയമില്ല. എപ്പോൾ നമ്മൾ രണ്ടായി കാണുന്നുവോ അവിടെ ഭയം തുടങ്ങുകയായി. അപ്പൊ അത് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു കുടുംബം, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കൾ പലരുണ്ട്. മക്കൾ ഇന്നിപ്പോ മക്കൾ എന്ന് പറയാൻ പറ്റില്ല, മകൻ അല്ലെങ്കിൽ മകൾ എന്ന് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങി ഒരൊറ്റ മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്നായിത്തീർന്നു. ചിലർക്ക് 2, ചിലർക്ക് 3, അത് മിക്കവാറും ഒന്ന് എന്താണ് ഇരട്ടപ്രസവമായിട്ടുണ്ടാവും. അപ്പൊ 2 പിന്നെ 1 കൂടെ. അപ്പൊ അങ്ങനെ 2 3 ഒക്കെയുള്ള അവസ്ഥയിലേക്കായി കേരളം എന്തായിത്തീർന്നു? കേരളീയർ ഇല്ലാത്ത നാടായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ ഇന്ന് നമുക്കുള്ള മനോഭാവം പോരാ ഈ വിപത്തിനോട്. ഇതിനെ മാറ്റിയെടുക്കേണ്ട
ഒരു ചുമതല നമുക്കുണ്ട്. കേരളം എന്താണ്, ഇനിയൊരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദി പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു. അത് നല്ല ഹിന്ദി ആയിരിക്കില്ല, അത് ബംഗാളിയും ബീഹാറിയും എല്ലാം കൂടെ കൂടിയ ഒരു സങ്കരഭാഷ നമ്മളും പറയേണ്ടതായിട്ട് വരും. അപ്പോ എന്താണ്, കേരളീയർ ഇല്ല, മലയാള നാട് എന്ന് പറയുന്നത് ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിരിക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ ഒരു കുടുംബത്തിൽ 3 or 4 മക്കളുള്ള ഒരു കുടുംബമാണെന്ന് വിചാരിക്കുക. അവിടെ മക്കൾ, ഒരു മകൻ അച്ഛനോട് വർത്തമാനം പറയുന്നു, അമ്മയോട് വർത്തമാനം പറയുന്നു, ആർക്കും ഒരു ശങ്കയും ഇല്ല. കാരണം എന്താണ്, ആ കുടുംബം ഒന്നാണ്. അത് കഴിഞ്ഞ് എന്താണ്, എല്ലാവരും വിവാഹമൊക്കെ കഴിക്കുന്നു, ഒരു കുടുംബത്തില് 4 കുടുംബം ആയിത്തീർന്നു. അപ്പോ ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്നു, ജ്യേഷ്ഠൻ എന്താ ഒരു ദിവസം അച്ഛന്റെ അടുത്തിരുന്ന് കുറച്ചു നേരം വർത്തമാനം പറയുന്നു. അപ്പൊ എന്തായി, രണ്ടാമത്തെ ആള് അല്ലെങ്കിൽ രണ്ടാമത്തെ ആളുടെ ഭാര്യ എന്താ അവരീ പറയണത് എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. കാരണം എന്താണ്, ജ്യേഷ്ഠൻ ഒരു കുടുംബം, അനുജൻ വേറെ കുടുംബം, പല പല കുടുംബങ്ങളാണ്. ഇനി അച്ഛനുമായിട്ട് പാർട്ടീഷന്റെ കാര്യം വല്ലതുമാണോ സംസാരിക്കുന്നത്? പേടിയാകാൻ തുടങ്ങി. റോഡിനോട് ചേർന്നിട്ടുള്ള ആ നല്ല എന്താണ്, ആ പ്ലോട്ട് കിട്ടിയിട്ട് വേണം അനുജൻ എന്ത് ചെയ്യാൻ, അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ എന്ന് വിചാരം മനസ്സിലുണ്ട്. ഇത് ചേട്ടൻ തട്ടിയെടുക്കുമോ എന്നുള്ള ഭീതിയാണ് ഇപ്പൊ എന്താകുന്നത്, ഇത് ശ്രദ്ധിക്കുന്നതിന് കാരണമായി തീരുന്നത്. അപ്പോ ഒരൊറ്റ കുടുംബമായിരുന്നപ്പോ എന്തില്ല, അവിടെ ഭയം ഇല്ല. വേറെ വേറെ കുടുംബങ്ങളാണ് എന്ന തോന്നൽ വരാൻ തുടങ്ങിയപ്പോൾ എന്തായിത്തീർന്നു, ജ്യേഷ്ഠനെ ഭയപ്പെടാൻ തുടങ്ങി, അച്ഛനെ ഭയപ്പെടാൻ തുടങ്ങി, അവരുടെ ഭാഷണങ്ങളിലെ കാതൽ എന്താണ് എന്ന് ശ്രദ്ധിക്കാൻ നമ്മുടെ സംഭ്രാന്തമായ മനസ്സ് അലയുകയായി. അപ്പൊ ഇങ്ങനെ ഇതെല്ലായിടത്തും നമുക്ക് കാണാവുന്നതാണ്, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. രാജ്യത്തിന്റെ കാര്യത്തിൽ എടുത്തു നോക്കിയാലും അല്ലെ, ഓരോരുത്തരെ എന്താണ്, ചിലർ വിഘടനവാദം രാജ്യത്തിനുള്ളിൽ ഉണ്ടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സമ്മേളനത്തെയും നമ്മൾ ആശങ്കയോടുകൂടി വീക്ഷിക്കേണ്ട അവസ്ഥ ഉണ്ടായിത്തീരുന്നു അല്ലേ. പലപ്പോഴും എന്താണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്, ചില മുദ്രാവാക്യങ്ങളെങ്കിലും നമ്മുടെ ഉറക്കം കെടുത്തുന്ന വിധത്തിൽ ഉണ്ടാകുന്നും ഉണ്ട്. അപ്പോ അവിടെ രണ്ടായി കാണുകയാണ്, നിങ്ങളെ ഞങ്ങൾ മാറ്റിക്കളയും, ഞങ്ങൾ ഇവിടെ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ള ചിന്തയിലേക്ക് വരികയാണ്. അപ്പൊ അതെന്തായിത്തീരുന്നു, ഭയപ്പെടേണ്ടതായ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അപ്പൊ നനു മനക്കൽപ്പിതം ചദ്വിതീയം, ദ്വിതീയം എന്താണ്, അത് മനസ്സുകൊണ്ട് കൽപ്പിതമായി തീരുന്നതാണ്. അപ്പോ ഈ മനക്കൽപ്പിതമായിട്ടുള്ള ഈ ദ്വിതീയ ഭാവം എന്താണ്, രണ്ടാമതൊന്നുണ്ട് എന്നുള്ളതായ ഭാവം നമുക്ക് എന്തിന് കാരണമായി തീരുന്നു, നമുക്ക് ഭയത്തിന് കാരണമായി തീരുന്നു. അപ്പോൾ അതിൽ നാം എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്, നമ്മൾ അതിനെ എല്ലാം ഒന്നാണെന്ന ഭാവനയിൽ അതിനെ നമ്മൾ നിരോധിക്കേണ്ടിയിരിക്കുന്നു. അതിനെ നാം നിരോധിക്കാം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നതും. ഞാൻ അതിനെ നിരോധിക്കുമാറാകട്ടെ എന്ന് ശ്രീനാരായണ അല്ല നമ്മുടെ നാരായണ ഭട്ടപാദർ അല്ലെ, ഭട്ടതിരി എന്നുള്ള എന്താ സംസ്കൃതത്തിൽ പറയാ, ഭട്ടപാദ, നൽപ്പത്തൂർ നാരായണ ഭട്ടപാദർ ഭാഗവതത്തിന്റെ ആ താത്പര്യാർത്ഥത്തെ എടുത്ത് പറഞ്ഞ ഭാഗത്തെ നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോ ദ്വൈതത്തിനുള്ള പ്രത്യേകത എന്താണ്, അത് സംഭ്രാന്തമായിട്ടുള്ള ഭ്രമാത്മകമായിട്ടുള്ള ഭ്രമണം ചെയ്യുന്നത്, നാനാരൂപങ്ങളിൽ ഭ്രമണം ചെയ്യുന്നതായിട്ടുള്ള ഒരു മനോഭാവത്തെ നമുക്ക് പ്രദാനം ചെയ്യാൻ കാരണമായി തീരുന്നു. അപ്പൊ അവിടെ ഇപ്പൊ എന്താണ്, നമുക്ക് ഒരു കണക്കിന് നോക്കിയാൽ നമുക്ക് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നതിന് സഹായകമായി തീരുന്നത് ഈ സങ്കല്പം തന്നെയാണ്, ഈ ദ്വൈത സങ്കല്പം തന്നെയാണ്. വിഷ്ണുത്വ വിശിഷ്ടമായിട്ടുള്ള പരമാത്മാവ്, ശൈവ വിശിഷ്ടമായിട്ടുള്ള പരമാത്മാവ്, ആ വിധത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. പക്ഷെ അതിൽ നിന്ന് ഉയർന്നിട്ട്, ആ ഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്ന ഭാവത്തിൽ നിന്ന് ഉയർന്ന് എല്ലാം ഒന്നായി കാണാനുള്ള വിശാലതയിലേക്ക് നമ്മൾ
ഉയരേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ അതിനെ കൂടുതൽ കൂടുതൽ വിശാലമായിട്ട് കാണുന്നത്. മനുഷ്യൻ തന്നെ എന്താണ് വിശ്വമാനവനായിട്ട് ഉയരുന്ന അവസ്ഥ. വിശ്വമാനവൻ അല്ലെ? നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ വ്യക്തികളാണ്. എന്തുകൊണ്ട് നമ്മൾ വ്യക്തികളാകുന്നു? വ്യഞ്ചിപ്പിക്കുന്നത് കൊണ്ടാണ് അല്ലെ? അഭിവ്യഞ്ജിപ്പിക്കുക. വ്യഞ്ചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശിപ്പിക്കുക അല്ലെ? വ്യഞ്ജന വ്യാപാരമുണ്ട് കാവ്യത്തിലെ. എന്താണ് വ്യഞ്ജന വ്യാപാരം എന്ന് പറഞ്ഞാല്? വാച്യാർത്ഥത്തിൽ നിന്നും ലക്ഷ്യാർത്ഥത്തിൽ നിന്നും ഭിന്നമായിട്ടുള്ള ആ പദങ്ങൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരു ആശയ തലത്തെ പ്രകടമാക്കുന്നതാണ് എന്ത്? വ്യഞ്ജന എന്ന് പറയുന്നത്. അപ്പൊ അഭിവ്യക്തി, അഭിവ്യഞ്ജിപ്പിക്കൽ എന്നൊക്കെ അതിനെ പറയും. നമ്മളൊക്കെ ആരാണ്? വ്യക്തികളാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യഞ്ജിപ്പിക്കുന്നവരാണ്. എന്തിനെയാണ് നമ്മൾ വ്യഞ്ജിപ്പിക്കുന്നത്? ഈശ്വരഭാവത്തെയാണ് നമ്മൾ വ്യഞ്ജിപ്പിക്കുന്നത്, അഥവാ ചൈതന്യത്തെയാണ് നമ്മൾ വ്യഞ്ജിപ്പിക്കുന്നത്. അപ്പൊ എന്തെല്ലാം ചൈതന്യത്തെ വ്യഞ്ജിപ്പിക്കുന്നുവോ അതെല്ലാം എന്താണ്? അതെല്ലാം വ്യക്തിയാണ്. അപ്പൊ അതാണ് നമ്മൾ ഒരു ചെറിയ ജീവിയെ, ഒരു സസ്യം മുളച്ചു പൊങ്ങുമ്പോഴും അതിനെ വീക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇതൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ്? ആ സസ്യം എന്താണ് ചെയ്യുന്നത്? അതിന്റെ ബീജത്തിൽ നിന്ന് അത് മുളയ്ക്കുന്നു, അത് വളരുന്നു. വളരുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇതിൽ ചൈതന്യമുണ്ട്. ചൈതന്യമില്ലെങ്കിൽ അത് എന്ത് ചെയ്യില്ല? വളരില്ല. അത് ചൈതന്യം വളരില്ല. ചൈതന്യം അതിൽ നിന്ന് മാറിപ്പോയാൽ എന്തായിത്തീരും? അത് ഉണങ്ങിപ്പോവുകയാണ് ചെയ്യുക. അത് ഛാന്തോഗ്യോപനിഷത്തിൽ പറയുന്നുണ്ട്. അവിടെ ഗുരു ശിഷ്യനോട് പറയുന്നത് എന്താണ്? നീ ഒരു കത്തി കൊണ്ടുവരിക. ഒരു കത്തി കൊണ്ടുവന്നിട്ട് ആ വൃക്ഷത്തിൽ നീ ചെറിയ ഒരു മുറിവുണ്ടാക്കൂ. ആ മുറിവുണ്ടാക്കിയപ്പോ എന്താണ് നീ കാണുന്നത്? അതിൽ നിന്ന് ഇതാ എന്താണ്? ചൈതന്യം, അതിന്റെ ജീവജലം അതിൽ നിന്ന് സ്രവിക്കുന്നു. ഇത് ഇനി നീ എവിടെ മുറിച്ചാലും എന്തുണ്ട്? അതിൽ നിന്ന് അപ്രകാരം ആ സ്രവം വരും. അതെന്താണ്? ആ സ്രവം ഇല്ലാതെയായി തീർന്നാൽ ആ കമ്പ് ഉണങ്ങിപ്പോവുകയേ ഉള്ളൂ. അപ്പൊ അതിലെന്തുണ്ട്? അതിന്റെ ഒരു ജീവധാരയായി അതിൽ വർത്തിക്കുന്ന ഒരു സാരം അതിനുണ്ട്. അതിൽ സരിക്കുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ സാരം എന്ന് പറയുന്നത്. സാരവത്തായിട്ട് കാതലായി നിൽക്കുന്നതിനെ നമ്മൾ സാരം എന്ന് പറയും. സാരം. വൃക്ഷങ്ങളെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അന്തസാരം, ബഹിസാരം, സർവസാരം, അസാരം, ഇങ്ങനെ വൃക്ഷങ്ങളെ പറയാറുണ്ട്. എന്താണ് അന്തസാരം എന്ന് പറഞ്ഞാല്? ഉള്ളിൽ സാരമുള്ളത്, കാതൽ ഉള്ളിലുള്ളതിനെയാണ് അന്തസാരങ്ങളായ വൃക്ഷങ്ങൾ എന്ന് പറയുക. നമ്മുടെ മാവ്, പ്ലാവ് ഒക്കെ എന്താണ്? അന്തസാരങ്ങളാണ്. വേറെ ചില വൃക്ഷങ്ങള് ബഹിസാരങ്ങളാണ്. പുറമെയാണ് അതിന്റെ കാതലായിട്ടുള്ള ഭാഗം. തെങ്ങ്, പന ഒക്കെ നോക്കിയാൽ പുറമെയാണ് അതിന്റെ എന്താണ്? നല്ല സാരമായിട്ടുള്ള ഭാഗം. ഉള്ളിൽ എന്താണ്? അതിന്റെ ചോറ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത് ബഹിസാരങ്ങളാണ്. വേറെ ചിലത് സർവസാരങ്ങളുണ്ട്. നല്ല തേക്ക് മരമൊക്കെ സർവസാരമാണ് അത്ര. നല്ല കല്ലിലൊക്കെ നിൽക്കുന്ന വലിയ വണ്ണമില്ലാതെയുള്ള തേക്കുകൾ കാണാൻ ചിലത്. അതിന്റെ തൊലിയൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ എന്താണ്? മുഴുവൻ കാതലാണ്. അതിലെന്തില്ല? വെള്ള കാണാനില്ല. അതിനാണ് എന്ത് പറയാ? സർവസാരങ്ങൾ എന്ന് പറയാ. വേറെ ചിലതിനെ അസാരങ്ങൾ എന്ന് പറയും. എന്താണ് അസാരങ്ങള്? സാരം ഇല്ലാത്തത്. അതെന്താണ്? നമ്മുടെ എന്താണ് പപ്പായ പോലെയുള്ള മരങ്ങൾ, സോഫ്റ്റ് വുഡുകളൊക്കെ, തീപ്പെട്ടി വ്യവസായത്തിലൊക്കെ ഉപയോഗിക്കുന്ന വൃക്ഷങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അസാരങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ വിധത്തിൽ അപ്പൊ സാരം എന്നുള്ള പദം കാതലായത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഒരു വൃക്ഷത്തിന് എന്താണ്? ജീവൻ നൽകിക്കൊണ്ട് അതിനുള്ളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ എന്താണ് ഘടകത്തെ നമ്മൾ എന്ത് പറയാറുണ്ട്? സാരം എന്ന് പറയാറുണ്ട്. അതുപോലെ ഈ വിശ്വത്തിന് തന്നെ ചൈതന്യം പകർന്നുകൊണ്ടിരിക്കുന്ന ആ ശക്തിയെ നമ്മൾ എന്ത് പറയുന്നു? സാരം. വിശ്വത്തിന്റെ ആ സാരം. ആ സാരത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്ന, ആ സാരം ഇതിലുണ്ട് എന്ന് വ്യഞ്ജിപ്പിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ, വ്യഞ്ജിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യക്തി എന്ന് പറയുന്നത്. എന്തുപോലെ കാവ്യത്തിന്റെ സാരമായ അർത്ഥസാരത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്ന പദങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ആ പ്രക്രിയയെ അഭിവ്യക്തി എന്നുള്ളതായ ആ വ്യാപാരമായിട്ടും. അപ്പൊ ഇതുപോലെ തന്നെയാണ് വ്യക്തികൾ എന്ന് പറയുന്നത്. ഒരു ചെറിയ ജീവി നടക്കുന്ന കാണുമ്പോൾ നാം മനസ്സിലാക്കി അതിലെന്തുണ്ട്? അതിൽ ചൈതന്യമുണ്ട്. അപ്പൊ ചൈതന്യത്തെ അത്
വ്യക്തമാക്കുന്നു, അത് വ്യക്തിയാണ്. വൃക്ഷം, ഒരു ബീജം പൊട്ടിമുളയ്ക്കുന്നു, അതിൽ നിന്നത് വളരുന്നു. അതിന്റെ മാതൃവൃക്ഷം എങ്ങനെയായിരുന്നുവോ അതേപോലെ തന്നെ ആ വൃക്ഷം വളർന്നു. അതേപോലെയുള്ള ബീജമുണ്ടായി, അതിൽ നിന്ന് വീണ്ടും അതേപോലെയുള്ള വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു. ഒക്കെ വ്യക്തികളാണ്. നമ്മൾ എല്ലാറ്റിനെയും എന്തായി കണ്ടു? വ്യക്തികളാണെന്ന് കണ്ടു. ഈ വ്യക്തികൾ തന്നെ എന്താണ്? പല പല വ്യക്തികൾ ഉള്ളപ്പോഴും അവയിലെല്ലാം ചൈതന്യധാരയായി വർത്തിക്കുന്ന ഒരു പരമ ചൈതന്യമുണ്ട്, പരമാത്മ ചൈതന്യമുണ്ട്. അതെന്താണ്? അത് ഇങ്ങനെയുള്ള, അത് നിർഗുണമാണ്. ശരിയായിട്ട് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ടോ നിർഗുണ ബ്രഹ്മം സഗുണ ബ്രഹ്മം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ നിർഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമ്മൾ കൽപ്പിക്കുന്നത് പോലെയുള്ള ഒരു ഗുണവും അതിന് ഇല്ല, നിർഗുണമാണ്. നമുക്ക് പ്രത്യക്ഷീഭവിക്കുന്ന പല പല രൂപങ്ങളും ഭാവങ്ങളുമുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ്? അത് നമ്മൾ മനസ്സുകൊണ്ട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഒരൊറ്റ ചൈതന്യമേ ഉള്ളൂ എന്നാണ് വേദവും പറയുന്നത്. ഋഗ്വേദം അങ്ങനെ പറയുന്നുണ്ട്. യച്ചിദ്ധി ശശ്വതാതന ദേവം ദേവം യജാമഹേ ത്വം ഇദ് ഹൂയതേ ഹവിഹി എന്നൊരു മന്ത്രം ഋഗ്വേദത്തിലുണ്ട്. യച്ചിദ്ധി ശശ്വതാതന ദേവം ദേവം യജാമഹേ, ഞങ്ങൾ വിഭിന്നരായ ദേവന്മാരെ ഞങ്ങൾ യജിക്കുന്നു. അതായത് ദേവത്വത്തെ വിഭിന്നങ്ങളായ രൂപങ്ങളിൽ കണ്ടുകൊണ്ട് ശശ്വത്തായി നിരന്തരമായി എല്ലായ്പ്പോഴും ഞങ്ങൾ ദേവം ദേവം യജാമഹേ, പല പല ദേവന്മാരെ ഞങ്ങൾ യജിക്കുന്നു. ദേവന്മാർക്കായി ഞങ്ങൾ യജ്ഞങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു. എന്നാൽ ത്വം ഇദ് ഹൂയതേ ഹവിഹി, എന്നാൽ അഗ്നിമയനായ ദേവ, അങ്ങയിൽ മാത്രമാണ് ഞങ്ങളുടെ ഹവിസുകൾ എല്ലാം തന്നെ വന്നു ചേരുന്നത്. അപ്പൊ നമ്മൾ എവിടെ നമ്മളുടെ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചാലും ഇതെല്ലാം ഒരൊറ്റ ദേവനിൽ തന്നെയാണ് ചെന്നെത്തുന്നത്. ഒറ്റ ദേവനെ ഉള്ളൂ. അതായത് ദൈവിക ശക്തി ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. നമ്മളൊരു വലിയ ഓഫീസിൽ ചെന്നാൽ നമുക്ക് പല പല സ്ഥലങ്ങളിൽ പല പല കൗണ്ടറുകളിൽ നമുക്ക് പണം അടയ്ക്കാൻ പറ്റും. എവിടെ അടച്ചാലും അത് എവിടെയാണ് ചെല്ലുന്നത്? അത് ഒരൊറ്റ സ്ഥാനത്ത് തന്നെയാണ്, ലക്ഷ്യത്തിൽ തന്നെയാണ് അതെല്ലാം എത്തിച്ചേരുന്നത്. ഇതുപോലെയാണ്. അപ്പൊ വേദം അതിനെ വീണ്ടും പല പല പ്രകാരത്തിൽ അതിനെ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. നമ്മൾ പല ദേവന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് പല പല പാത്രങ്ങളിൽ നമ്മൾ എന്താണ് സോമം നിറയ്ക്കുന്നു. എല്ലാ പാത്രങ്ങളിലും ഉള്ള സോമം ഒന്നായിരിക്കുന്നത് പോലെ അത് സ്വീകരിക്കുന്ന ദേവനും ഒന്നാണ്. പല പാത്രത്തിൽ വെച്ചു. പല പാത്രത്തിൽ വെച്ച സോമം എന്താണ്? അതിന്റെ കണ്ടന്റ് നോക്കിയാൽ അത് ഒന്നാണ്. പക്ഷേ പല പാത്രത്തിൽ നിങ്ങൾ പല ദേവന്മാരെ ഉദ്ദേശിച്ച് സമർപ്പിച്ചാലും പല പാത്രത്തിലെ സോമം ഒന്നായിരിക്കുന്നത് പോലെ അത് സ്വീകരിക്കുന്ന ദേവനും ഒന്നാണ്. വേദത്തിൽ 7 വൃത്തങ്ങളിലൂടെ, ഛന്ദസ്സുകളിലൂടെ, ഗായത്രി, തൃഷ്ടുപ്പ്, അനുഷ്ടുപ്പ് മുതലായിട്ടുള്ള ഛന്ദസ്സുകളിലൂടെ നമ്മൾ ദേവന്മാരെ സ്തുതിക്കുന്നു. പല പല വിധത്തിലുള്ള മന്ത്രങ്ങളിലൂടെ ദേവന്മാരെ സ്തുതിക്കുന്നു. പല പല ഛന്ദസ്സുകളിലൂടെ പ്രകീർത്തിച്ചാലും ഛന്ദസ്സുകൾ ഭിന്നമാണെങ്കിലും ആ സ്തുതികൾ എത്തിച്ചേരുന്ന ദേവൻ ഒന്ന് തന്നെയാണ്. നോക്കൂ, എവിടെയും എന്താണ് വരുന്നത്? അദ്വൈതം. ഒന്നിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നില്ല എന്ന സങ്കല്പത്തിലേക്ക് തന്നെ വേദവും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വേദത്തെ നമ്മൾ എന്താണ് പറയുന്നത്? പലപ്പോഴും വേദത്തെ നിന്ദിക്കുന്നവർ പറയുന്നത് എന്താണ്? അവിടെ എത്രയെത്ര ദേവന്മാരാണ്, നിരവധി ദേവന്മാരെ സ്തുതിക്കുന്നു. ആർക്ക് വേണ്ടിയാണത്? നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ മനസ്സിനിണങ്ങിയ രൂപത്തിൽ ദേവനെ നമുക്ക് ദർശിക്കാം, നമുക്ക് കാണാൻ കഴിയും. കണ്ടോളൂ, നിങ്ങൾ ഏത് രൂപത്തിൽ കണ്ടാലും ആ ദേവൻ ഒന്നാണ്, അല്ലെ? ഇപ്പൊ നമ്മള് ശിവനാണെന്നുണ്ടെങ്കിൽ ശിവനെ പല പല രൂപത്തിൽ ആരാധിക്കുന്നവരുണ്ട്. സാംബശിവൻ ആയിരിക്കുന്നുണ്ട്, അമ്പയോടുകൂടിയ ശിവൻ. ചില ആളുകൾക്ക് അതാണ് ഇഷ്ടം. ആരാണ്? സാംബശിവനെയാണ് ചിലർക്ക്
ഇഷ്ടം. ചിലർക്ക് അങ്ങനെയല്ല, ഗംഗാധരന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതിനെ അങ്ങനെ ചിലർ ഉദ്ദേശിക്കുന്നു. വേറെ ചിലർ അങ്ങനെയല്ല, അർജുനനുമായിട്ട് ഏറ്റുമുട്ടിയതിനു ശേഷം അർജുനന്റെ പ്രഭാവമൊക്കെ കണ്ട് അർജുനനെ അസ്ത്രം നൽകിയവനായ ശ്രീ പരമേശ്വരൻ. അപ്പോ കിരാതമൂർത്തിയായിട്ടുള്ള ശിവൻ ആയിക്കൊള്ളട്ടെ, ഏത് രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ധ്യാനിച്ചോളൂ. കിരാതമൂർത്തിയാണല്ലോ അർജുനനുമായിട്ട് യുദ്ധം ചെയ്ത്, അല്ലെ? പൊട്ടാക്കി ഭാരവട്ട തിരുമിഴി, അറിയാമല്ലോ, ശ്ലോകം അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ശിവനിൽ നമ്മൾ കൽപ്പിക്കുന്ന എല്ലാ രൂപഭാവങ്ങളുമുണ്ട്. അതിനെ താത്കാലികമായിട്ട് എന്താക്കി തീർത്തു? മറ്റൊരു രൂപമാക്കി തീർത്തു. നെറ്റിയിലുള്ളതായ കണ്ണിനെ എന്താണ്, അതൊരു വലിയ പൊട്ട് ആക്കി. ഭാലവട്ട തിരുമിഴി, ജടയെ കാറൊളി ചാരുകൂന്തൽ കെട്ടാക്കി, അല്ലെ? ജട ഒക്കെ മാറ്റിട്ട് എന്തായത്, അതിനെ കൂന്തൽ കെട്ടാക്കി. ഇങ്ങനെ പല പല മാറ്റങ്ങൾ വരുത്തി കിരാത രൂപം ധരിച്ച് അർജുനനോട് യുദ്ധം ചെയ്ത, അല്ലെ? അപ്പൊ തന്നെ തോൽപ്പിക്കൂ, നീ എന്നെ തോൽപ്പിക്കൂ എന്നുള്ള മട്ടിലാണ് അവിടെ നിൽക്കുന്നത്. ശ്രീ പരമേശ്വരനാണ്, എല്ലാറ്റിനും ഈശ്വരനായിരിക്കുന്ന ആ ദേവനാണ്. എന്നിട്ടും അർജുനന്റെ ആ ശക്തിയെ പരീക്ഷിക്കുകയാണ്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാശുപതാസ്ത്രം അർജുനന് പ്രദാനം ചെയ്യുന്നു. അപ്പൊ അതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോ ആ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്ത് ചെയ്യാം? ആ രൂപത്തിൽ ആരാധിക്കാം. ഓരോരുത്തർക്കും ഓരോ രൂപത്തിൽ ഏതാണ് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് ആ രൂപത്തിൽ നിങ്ങൾക്ക് ആരാധിക്കാം. ഇനി ദേവനല്ല, എനിക്ക് ദേവിയായിട്ടാണ് ആരാധിക്കാൻ ഇഷ്ടം, ആയിക്കൊള്ളൂ. അവിടെ എന്തില്ല? ഈ ഭേദമൊക്കെ, പ്രകൃതി ഭേദം എവിടെയാണുള്ളത്? ശരീരത്തിനേ ഉള്ളൂ, ശരീരത്തിലാണ്. അപ്പൊ നമ്മൾ ലിംഗം എന്ന് പറയാറുണ്ടെങ്കിലും അവിടെ നമുക്ക് പറയാൻ പറ്റിയ ഒരു വാക്ക് എന്താണ്? പ്രകൃതി എന്നാണ്. പ്രകൃതി ഭേദം, പുരുഷ പ്രകൃതിയായ ശരീരം, സ്ത്രീ പ്രകൃതിയായ ശരീരം, ഭിന്ന പ്രകൃതിയായ ശരീരം. ഭിന്നം എന്ന് പറഞ്ഞാൽ ഉഭയഭിന്നമായ പ്രകൃതിയോടുകൂടിയ ശരീരം. അവിടെയൊക്കെ ലിംഗം എന്നുള്ളതിനേക്കാൾ, ജെൻഡർ എന്നുള്ളതിനെ ലിംഗം എന്നതിനേക്കാൾ പ്രകൃതി എന്നതാണ്, പുരുഷ പ്രകൃതിയായ രൂപം. അപ്പോ എന്ത് ചെയ്തു? വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്യാൻ മടിയില്ല? വിഷ്ണു ഭഗവാന് ഒരു മോഹിനി രൂപം എടുക്കാനും മടിയില്ല. ഒരു മോഹിനി രൂപം, പിന്നെ എന്താണ്, അതിൽ നിന്ന് അയ്യപ്പൻ എന്നൊരു സന്തതിയുടെ ജനനം. നമുക്കാണ് ഇതൊക്കെ എന്തായി തോന്നുന്നത്? നമ്മുടെ ലൗകിക ദൃഷ്ടിയിൽ നോക്കുമ്പോഴാണ് ഇത് നമുക്ക് ലജ്ജാവഹമായി തോന്നുന്നത്. ഭഗവാൻ അങ്ങനെയൊന്നുമില്ല, പുരുഷപ്രകൃതിയായ രൂപം. ഒരു നാടകത്തിൽ നമ്മള് എന്താണ്, ഇപ്പൊ ഒരാള് രാജാവിന്റെ വേഷം കെട്ടുന്നു, ഒരാള് രാജ്ഞിയുടെ വേഷം കെട്ടുന്നു, പുരുഷൻ തന്നെയാണ്. അതിലെന്താണ് ലജ്ജിക്കത്തക്കതായി യാതൊന്നും ഇല്ല. പുരുഷപ്രകൃതിയായ രൂപം കെട്ടുമ്പോൾ, വേഷം കെട്ടുമ്പോൾ പുരുഷപ്രകൃതിക്ക് അനുസരിച്ച് സംഭാഷണം നടത്തുന്നു, സ്ത്രീ പ്രകൃതിയാകുമ്പോൾ അതിനനുസരിച്ച് നടത്തുന്നു. ഇത്ര തന്നെ അതിനകത്ത് പറയാനുള്ളൂ, അല്ലെ? വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം എടുക്കുകയും അയ്യപ്പന്റെ ജന്മം ഉണ്ടാവുകയും, അല്ലെ, ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് എന്താണ് അരുണൻ, അല്ലെ? അരുണനും സൂര്യനും ഇതിലൊക്കെ നമുക്ക് കാണാനുണ്ട്. സുഗ്രീവന്റെയും പിന്നെ നമ്മുടെ ബാലിയുടെയും ഒക്കെ ജന്മം ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? പുരുഷനാണ് അവിടെ ആരായി മാറിയത്? അമ്മയായി മാറിയത്. അതുകൊണ്ട് അവരെ നോക്കാൻ, കുട്ടികളെ നോക്കാൻ ആളില്ലാണ്ടായി വന്നു, ബാലിയും സുഗ്രീവനും. അതുകൊണ്ട് ബാലിയെയും സുഗ്രീവനെയും വളർത്തിയത് ആരാണ്? അഹല്യയാണ് വളർത്തിയത്. അഹല്യയാണ് ബാലിയുടെയും സുഗ്രീവനെയും. അപ്പൊ അന്ന് എന്താണ് വേണമെന്നുണ്ടെങ്കിൽ ഡേ കെയർ എന്നൊക്കെ പറയാം. പക്ഷെ ഡേയിൽ മാത്രമല്ല, ഡേയും നൈറ്റുമാണ് സംരക്ഷിച്ചത്. അഹല്യയാണ് അമ്മയായിട്ട് ആരെ വളർത്തിയത്? ബാലിയെയും സുഗ്രീവനെയും വളർത്തിയത്. അഹല്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പ്രഭാവമൊന്നുമല്ല അഹല്യാദേവിയുടേത് അർത്ഥം. അപ്പൊ അങ്ങനെ ആ എന്താണ് ഭാവങ്ങൾ, അപ്പൊ അവിടെ എന്താണ് നമ്മൾ പ്രകടമാവുന്നത്? ഇവിടെയൊക്കെ നമ്മൾ വിഷ്ണു ഭഗവാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അരുണനാണെന്നുണ്ടെങ്കിലും, അല്ലെ? അരുണൻ അനൂരുവാണ്. അരുണനാണെന്നുണ്ടെങ്കിലും വിഭിന്ന പ്രകൃതിയുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്നത് എന്തല്ല? അതൊരിക്കലും ലജ്ജാവഹമല്ല. അപ്പൊ ഈ അദ്വൈതത്തിലേക്ക് വരുന്ന നമുക്ക് ലിംഗസമത്വം അഥവാ പ്രകൃതി സമത്വം, അതാണ് കുറച്ചും കൂടെ നല്ല പദമായിട്ട് എനിക്ക് തോന്നുന്നത്. ലിംഗസമത്വം എന്നുള്ളതിനേക്കാളും പ്രകൃതി സമത്വം, പുരുഷ പ്രകൃതിയായ സ്ത്രീ പ്രകൃതിയായ ഉഭയഭിന്ന പ്രകൃതിയായ ഗാത്രങ്ങൾ, അതിൽ നമ്മൾ എന്ത് കാണേണ്ടതില്ല? അതിൽ നമ്മൾ ഉച്ചനീചത്വങ്ങൾ കാണേണ്ടതില്ല. അപ്പൊ അദ്വൈതത്തിലേക്ക് വരുമ്പോ ലോകത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ എന്താണ് ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തുന്ന വിഭാഗീയ ചിന്തകൾ ഇല്ലാതെ
ആക്കണം. അതിനുള്ള ഏറ്റവും ഉത്തമമായ ഒരു ദർശനമാണ് അദ്വൈത ദർശനം. അപ്പൊ അതില് സ്ത്രീ സമത്വം, ലിംഗസമത്വം അഥവാ പ്രകൃതി സമത്വം ഉൾപ്പെടെയുള്ള സമസ്ത സമത്വ സിദ്ധാന്ത പ്രഖ്യാപനപരമാണ് എന്തായിരിക്കുന്നത്, ഈ അദ്വൈത ദർശനം ആയിരിക്കുന്നത്. അപ്പൊ എല്ലാ ഭേദബുദ്ധികളും മാറ്റിക്കളഞ്ഞ് എന്താണ് സമത്വസുന്ദരമായ ഒരു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് സഹായകമായി വർത്തിക്കുന്നതാണ് അദ്വൈതം. അതിൽ നിന്ന് അപ്പൊ ഭിന്നഭാവങ്ങളെ ഇല്ലാതെയാക്കുക എന്നുള്ള വലിയ ഒരു ദർശനമാണ് ശങ്കര ഭഗവത്പാദർ അതിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സമസ്ത ഭേദബുദ്ധിയെയും നിരാകരിച്ച ശങ്കര ഭഗവത്പാദർ ഏതൊരു ക്ഷേത്രത്തിന് സമീപമായി വർത്തിച്ചുവോ ആ ക്ഷേത്രത്തിൽ സവിശേഷമായ സാന്നിധ്യത്തോടു കൂടിയവനായ ഹരിഭഗവാൻ നമുക്ക് ഐശ്വര്യത്തിന് കാരണമായി തീരട്ടെ. ഭേദബുദ്ധികളെ നിരസിച്ചുകൊണ്ട് സമത്വഭാവനയോടെ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതിന് സഹായകമാകുന്ന വിഭൂതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എന്തല്ല ഓരോരുത്തരും വലിയ വലിയ ധനികന്മാരായി ധാരാളം പണമുള്ളവരായി മാറുന്ന ഒരവസ്ഥയല്ല. സമത്വസുന്ദരമായ ഒരു പ്രപഞ്ചം, അതിന് സഹായകമായ അവസ്ഥാവിശേഷം ഈ ഭഗവാൻ നമുക്ക് നൽകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ താത്പര്യാർത്ഥം. സംഭ്രാന്തദ്വൈതമാർഗോദിത ജരട ഘടാകാണ്ഡദണ്ഡാവപാദ സത്യാദ്വൈത പ്രതിഷ്ഠാപക പരഗുരവ ശങ്കരാരാധ്യപാദാഃ ജാതാ സർവജ്ഞപീഠാധിഗമഭിരുദ രാജത്പദായത് സമീപേ സ്വയംഭൂയാദ് വിഭൂത്यै മമ ഹരിഭഗവാൻ കാലടി ക്ഷേത്രവാസി. മംഗളപ്രതിക്കട്ടെ. വളരെ ഏറ്റവും വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വളരെ കുറഞ്ഞ സമയത്തിൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരണം ഈ ശ്ലോകത്തെ പറ്റി കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സാറിനടുക്ക ചോദിച്ചു. എനിക്കൊരു സംശയമുണ്ട്. ജരഠഘടാകാന്ഡം എന്ന് പറഞ്ഞത് അത് ഉപമയാണോ അതെയോ അത് വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെയുള്ളതാണോ? സംസ്ഥാപിതമായ സിദ്ധാന്തങ്ങളെ പൊട്ടിച്ച ആളെന്നുള്ള അതാണോ? അതേ കുടവുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. ജരടമായ ഘടം, പഴംകുടം, പഴയ കുടം. അപ്പോ എപ്പോഴും കാവ്യത്തിൽ ഇതൊക്കെ എന്താണ്, ഓരോ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ഓരോ ശ്ലോകങ്ങളാണെങ്കിൽ പോലും ഇതെല്ലാം എന്താണ്, ഇതൊരു കാവ്യമാണ്. കാവ്യത്തിലെ പ്രത്യേകത എന്താണ്? കാവ്യത്തിലെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഓരോ പദവും ഗർഭിതാർത്ഥങ്ങളാണ്. ഇംപ്രഗ്നേറ്റഡ് വേർഡ്സ്. ഓരോ വാക്കും എന്താണ്, ഗർഭിതമാണ്. ആശയത്തെ ഗർഭം ധരിച്ചിരിക്കുന്നു. അപ്പോ സാധാരണ നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ എന്താണ്, നമ്മളിലൊക്കെ ആശയങ്ങളുണ്ട്, എല്ലാ പദങ്ങളിലും ആശയമുണ്ട്. എന്നാൽ നമ്മള് ഒരു സ്ത്രീ, ഗർഭിണിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയെ നമ്മൾ കാണുന്നത് എന്താണ്, സവിശേഷമായ ആദരവോട് കൂടിയിട്ടാണ് നമ്മളൊരു ഗർഭിണിയെ നമ്മൾ കാണുക. കാരണം എന്താണ്, എല്ലാവരിലും ഉള്ളതുപോലെയുള്ള ആ ചൈതന്യവും പ്രഭാവവും എല്ലാം അവളിൽ ഉണ്ടെങ്കിലും അവളിൽ എന്താണുള്ളത്, അവളിൽ വലിയ ഒരു പ്രതീക്ഷയും കൂടെ അവളിൽ ഉണ്ട്. കാരണം എന്താണ്, ഈ പ്രപഞ്ചത്തെ നമുക്ക് ശേഷം നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു സന്തതിയാണ് ആരിലുള്ളത്, ആ ഗർഭിണിയിൽ ഉള്ളത്. അപ്പോ ആ ഗർഭിണിയെ നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, ആദരവോട് കൂടിയിട്ടാണ് ശരിക്ക് കാണുന്നത്. നമ്മളൊരു പക്ഷേ ഗർഭിണിയെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നില്ലെന്ന് വരും. പക്ഷേ എന്താണ്, നമ്മുടെ ഉള്ളിൽ അങ്ങനെ വലിയ ഒരു പ്രതീക്ഷയാണ് അവളിലുള്ളത്. സ്പന്ദിക്കുന്ന ഹൃദയത്തോടു കൂടിയ ഒരു ശിശുവാണ് അവളുടെ ഉള്ളില് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഐതരേയോപനിഷത്തൊക്കെ പറയുന്ന അനുസരിച്ചിട്ട് അതിന് വലിയ മഹത്വമൊക്കെ പറയുന്നത്. പുരുഷനോട് ശരിക്കും പറഞ്ഞാൽ നീ അവളുടെ മുമ്പിൽ നമസ്കരിക്കണം എന്നുള്ള മട്ടിലാണ് ഐതരേയോപനിഷത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതുപോലെയാണ്. അപ്പൊ എല്ലാ പദങ്ങളും അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ വ്യക്തികളെ കാണുന്നതും പിന്നെ എന്താണ്, ഒരു ഗർഭിണിയെ കാണുന്നത് പോലെയുള്ളതായ വ്യത്യാസമുണ്ട്. അപ്പൊ കാവ്യത്തിലുള്ള പദങ്ങൾ എന്താണ്, എല്ലാം എന്താണ്, ഗർഭിണിമാരാണ്. അതിൽ നമ്മൾ കാണുന്നതിന് അപ്പുറമുള്ള
ഒരു ആശയ പ്രപഞ്ചം എന്ന് വേണം പറയാൻ, അതിൽ ഉണ്ട്. അപ്പോ ജഡഘട, ജഡമായിട്ടുള്ള അതുവരെ എന്താണ് വളരെ പ്രായമായിട്ടുള്ള വളരെ കാലമായി നിലനിൽക്കുന്നതായ ഒരു ഘടം. ഘടം എന്താണ്? അതില് ജലത്തെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോ അതിന് മുകളിൽ അങ്ങനെയുള്ള ഒരു ആശയ തലത്തിന് മുകളിൽ എന്ത് ചെയ്തു? ഒരു ദണ്ഡപ്രഹാരം നടത്തിയ ആളാണ് ശങ്കരഭഗവത്. അപ്പൊ ആ പഴംകുടം പൊട്ടിച്ച എന്നർത്ഥമാണ്. ആ സങ്കല്പത്തെ പൊട്ടിച്ച് മാറ്റിയത്, ആ സങ്കല്പത്തെ പൊട്ടിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ സ്പഷ്ടതരമായിട്ടുള്ള ഒരാശയം നമുക്ക് നൽകുകയാണ് ചെയ്തത്. കൂടുതൽ സ്പഷ്ടമായിട്ടുള്ള ഒരാശയം നമുക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ദ്വൈതത്തെ പറ്റി പറയുന്നവരൊക്കെ പറയാണ് ഭിന്നവും ജീവാത്മാവും പരമാത്മാവും വേറെയാണ്. അവർ പറയുന്ന ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ നിങ്ങൾക്ക് ബ്രഹ്മജിജ്ഞാസ എന്തിനാണ്? നിങ്ങളുടെ ചൈതന്യം തന്നെ ബ്രഹ്മമാണെങ്കിൽ ബ്രഹ്മജിജ്ഞാസ എന്തിനാണെന്നാണ് ആര് ചോദിക്കുന്നത്? ഈ ദ്വൈതവാദികള് ചോദിക്കുന്നത്. എങ്കിൽ ബ്രഹ്മജിജ്ഞാസ എന്തിന് എന്ന് ചോദിക്കുമ്പോ എന്താണ്? എന്നാൽ എന്താണ്? നമുക്കറിയില്ല നമ്മുടെ തന്നെ സ്വഭാവത്തെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ശരിയായ ഭാവം, സ്വഭാവം എന്ന് ഞാൻ പറഞ്ഞത് സ്വമ്മിന്റെ ഭാവം, അത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതിനെ തന്നെ അന്വേഷിക്കുക. നമ്മുടെ അന്വേഷണം പുറമേ നിന്ന് മാറി എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ അന്തരംഗത്തിലേക്കാണ് നമ്മുടെ അന്വേഷണം പോകുന്നത്. എന്നെ നിലനിർത്തുന്നത്, എന്റെ ഈ ചൈതന്യം എന്താണ് എന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആത്മസ്വരൂപം തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അല്ലാതെ എന്തല്ല, മറ്റൊന്നല്ല. അവിടെയാണ് നമ്മുടെ അന്വേഷണം നമ്മളിലേക്ക് തന്നെയാണ് വരുന്നത് എന്ന് പറയുന്നു. അപ്പൊ അതിന് വ്യക്തമായ മറുപടി. അപ്പൊ അതുവരെ വ്യാപകമായിരുന്ന ദ്വൈത ചിന്തയെ മാറ്റി അദ്വൈതം സ്ഥാപിക്കാൻ ശങ്കര ഭഗവത്പാദർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പഴംകുടത്തിന് മുകളിൽ ദണ്ഡപ്രഹാരമായി വീണ ഭഗവത്പാദർ എന്ന് പറയുന്നത്. അത് എന്ത് അലങ്കാരമാണ് സാർ? അത് ഏത് രൂപകം? രൂപകാണോ? ശരിക്കും രൂപകം രൂപകല്ലേ? അതെ, രൂപകമാണ്. അതൊരു അതാണ്, അതൊരു കുടമാണ്, പഴംകുടമാണ്, രൂപകം തന്നെയാണ്. അപ്പൊ 10ാം ക്ലാസ്സിലെ മലയാളം ഇച്ചിരി ഓർമ്മയിൽ വന്നു. അതായി ഗുരുത്വം എന്ന് പറയുന്നത്. പണ്ട് അവിടെ അത് താൻ അന്ന് ആശങ്ക വരുമ്പോ ഉത്പ്രേക്ഷയായി, അത് താൻ അല്ലയോ എന്ന് ആശങ്ക. രൂപകത്തിൽ അഭേദ ആരോപമാണ്. അതാണ് നമ്മുടെ നാടകങ്ങളൊക്കെ എന്താണ്? രൂപകങ്ങളാ. നാടകമൊക്കെ രൂപകങ്ങളാണ്. ഇപ്പൊ നമ്മളെ നാടകത്തിൽ വേഷമിടുകയാണ്. ഇപ്പൊ നമ്മുടെ ഗോപി സാറ് നാടകത്തിൽ വേഷമിട, ദുഷന്തന്റെ വേഷമിട്ട പിന്നെ അദ്ദേഹം എന്താണ്? ദുഷന്തനും താനും ഭിന്നരല്ല, ഒന്നായി ആരോപിക്കും, ഒന്നാണ്. അപ്പൊ അഭേദം. അതുകൊണ്ടാണ് രൂപകങ്ങൾ എന്ന് പറയുന്നത്. നാടകം, പ്രകരണം, ബാണം, വ്യായോഗം, സമവകാരം, ഡിമം, ഈഹാമൃഗം, അംഗം, വീതി, ഇങ്ങനെ 10 രൂപകങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ രസം അനുസരിച്ചിട്ടും വലുപ്പം അനുസരിച്ച് ഇതിന് പല പല രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നാടകമാണെങ്കിൽ ഒന്ന് പ്രകരണമായിരിക്കും, ഇങ്ങനെ പലതുമുണ്ട്. പക്ഷെ അതിലൊക്കെ എന്താ ചെയ്യുന്നത്? അഭേദം ആരോപിക്കണം. ഞാൻ തന്നെയാണ് ദുഷന്തൻ എന്ന് ആരോപിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് സംഭാഷണമൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ സംഭാഷണം ചെയ്യുന്നത് പോലെയല്ല പിന്നെ അവിടെ സംഭാഷണം ചെയ്യുന്നത്. എന്തുപോലെയാണ്? ദുഷന്തൻ പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ശകുന്തള പറയുന്നത് പോലെയാണ് പിന്നെ പറയുന്നത്. അപ്പോ അഭേദം ആരോപിക്കുകയാണ്. അതുകൊണ്ട് ആ ഘടവും ആ സിദ്ധാന്തവും തമ്മിൽ എന്തില്ല? ഭേദമില്ല എന്ന് ആരോപിക്കുന്നത് കൊണ്ട് അവിടെ അഭേദാരോപാത് രൂപകം എന്ന് പറയുന്നു. ശങ്കരാചാര്യസ്വാമി ഭഗവത്പാദരുടെ കയ്യിൽ ഒരു ദണ്ഡം ഉണ്ടല്ലോ, അത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ നമുക്ക് അങ്ങനെ ഒരു ആശയം തോന്നാം അല്ലേ? ആ ദണ്ഡിനെ കുറിച്ച്. പക്ഷെ ആ ദണ്ഡം അത് ബ്രഹ്മചാരിയുടെ സൂചനയായിട്ടുള്ള ദണ്ഡമാണ് അല്ലെ? ആ ദണ്ഡം പക്ഷെ അത് പല ആചാര്യന്മാർക്കും ഉണ്ടല്ലോ, എല്ലാ ആചാര്യന്മാർക്കും അങ്ങനെയുണ്ട്. സന്യാസിമാർക്കെല്ലാം ഉണ്ട്, വാനപ്രസ്ഥന്മാർക്കെല്ലാം ഉണ്ട് ആ ദണ്ഡം അല്ലെ? അതെല്ലായിടത്തും ഉള്ള ദണ്ഡമാണ്. ആ ദണ്ഡത്തിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ തെണ്ടൽ, തെണ്ടി, ഈ പദങ്ങളൊക്കെ ആ ദണ്ഡത്തിൽ നിന്ന് തന്നെയാണ് അല്ലെ?
ഒരു ദണ്ഡം കൊണ്ടല്ലേ ഈ ബ്രഹ്മചാരികള് അല്ലെങ്കിൽ വാനപ്രസ്ഥര് എന്താണ് ഭിക്ഷയ്ക്ക് വരുന്നത് ഒരു ദണ്ഡവുമായിട്ടാണ്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലേ? ദണ്ഡം, ദണ്ഡി വരുന്നു ദണ്ഡിസ്വാമി അല്ലേ? അതിൽ നിന്നല്ലേ? അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലേ? ദണ്ഡം നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഈ പിച്ചക്കാരൻ, ഭിക്ഷക്കാരൻ, തെണ്ടി, ഈ പദങ്ങളൊക്കെ ഇല്ലേ? ഇതൊക്കെ ഒരു അർത്ഥമാണ്. നമ്മുടെ സംസ്കാരത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഈ ആളുകളെ വനത്തിൽ നിന്ന് വന്യമായ ആഹാരം ഭുജിക്കണമെന്നാണ്. പക്ഷെ അത് പലപ്പോഴും അത് കിട്ടാതെ വരും. അപ്പൊ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നാട്ടില് വന്നിട്ട് യാചിക്കാൻ പറ്റും. ഭിക്ഷാന്തേഹി എന്ന് പറയാം. അങ്ങനെയാണ് ഭിക്ഷാന്തേഹികളായത്. അവരെന്ത് ചെയ്യണം? അവരൊരു ദണ്ഡം കയ്യിൽ പിടിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ആ ദണ്ഡത്തോട് വിട്ടാണ് അവർ വന്നിട്ട് പറയാ ഭിക്ഷാന്തേഹി എന്ന് പറയാ. അവർ ഭിക്ഷാന്തേഹികളായി, ഭിക്ഷക്കാരായി. അവർക്ക് ഭിക്ഷ നൽകുന്നത് എന്തായി തീർന്നു? ധർമ്മമാണ്. അവർക്ക് ഭക്ഷണത്തിന്, ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഇത് കൊടുക്കുക എന്നുള്ളത്. അത് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ 2, 3, 4 വീടുകളിൽ നിന്ന് ചോദിക്കാം. അവർക്ക് കൊടുക്കുന്നത് ധർമ്മമായതുകൊണ്ടാണ് അവരാരായി തീർന്നത്? അവർ ധർമ്മക്കാരായി തീർന്നത്. ധർമ്മം. അപ്പൊ അങ്ങനെ ധർമ്മക്കാരൻ എന്നുള്ള വാക്കുണ്ടായി. പിന്നെ എന്താണ്? പിന്നെ ഭിക്ഷക്കാരൻ എന്നുള്ള വാക്കുണ്ടായി. അവർ ഈ ദണ്ഡും കയ്യിൽ കൊണ്ടു നടക്കണം എന്നുള്ളത് കൊണ്ട് അവരെന്ത് പറഞ്ഞു? ദണ്ഡി വരുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഈ ദണ്ഡി എന്നുള്ള വാക്കാണ് പിന്നീട് എന്തായി തീർന്നത്? തെണ്ടി എന്നായിട്ട്. അങ്ങനെ ഭിക്ഷ, ഭിക്ഷക്കാരൻ, പിന്നെന്താണ് തെണ്ടല്, തെണ്ടി, പിച്ച, ഈ വാക്കുകളൊക്കെ അതിൽ നിന്നാണ് ഉണ്ടായത്. നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ തണ്ടപ്പേര് വരെ അതാണ്. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് കരം വാങ്ങി കൊണ്ടുപോകണമെന്നാണ് നിയമം. ഇന്ന് അവര് പോവാറില്ല, അവർ അവിടെ നമുക്ക് നോട്ടീസ് അയക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അത് എന്താണ്? കരം ചെന്ന് വാങ്ങണം. അങ്ങനെയല്ല, പണ്ടൊക്കെ അങ്ങനെ വന്നിരുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ കരം വാങ്ങാനായിട്ട് വീടുകളില് പോയിരുന്നു. ഞാൻ പോയിട്ടുണ്ട് അവരുടെ കൂട്ടത്തില്. വീടുകളില് വില്ലേജ് അസിസ്റ്റന്റുമാരുടെ കൂട്ടത്തില് കരം വാങ്ങാനായിട്ട് പല വീടുകളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. എന്റെ കൂട്ടുകാര് പോകുമ്പോ, വാടോ നമുക്ക് വെറുതെ നടക്കാം, കുറെ സ്ഥലം കാണാലോ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ അവിടെ പോയിട്ട് വീടുകളിൽ പോയിട്ട് അവരുടെ കരം വാങ്ങാറുണ്ട്. രശീതി അപ്പൊ എഴുതി കൊടുത്തിട്ട്. അപ്പൊ ഇവരിങ്ങനെ ശരിക്കും ചെയ്യുന്നത് എന്താണ്? ഇവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ദണ്ഡം കൊണ്ട് നടക്കുന്ന ആളുകൾ ഓരോ വീട്ടിലും കയറി ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഇവരുടെ പരിപാടിക്ക് എന്തിനു പേര് വന്നു? തെണ്ടൽ എന്ന പേര് വന്നു. അങ്ങനെ തെണ്ടൽ നടത്തുമ്പോൾ ആരൊക്കെ കൊടുത്തു എന്നുള്ളതിനൊരു പേര് വേണം. അതുകൊണ്ട് അവരുടെ ഒരു നമ്പർ അവിടെ ഇട്ടു. അതുകൊണ്ടാണ് തെണ്ടൽ പേര്. പിന്നെ തണ്ടപ്പേരായിപ്പോ. ഇപ്പൊ നമ്മൾ തണ്ടപ്പേരെന്നാണ് പറയുന്നത്, തെണ്ടൽ പേരെന്നല്ല. നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് എത്രയേറെ എന്താണ് ഒരു പദസമ്പത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എത്രയാണെന്നറിയോ? ഒരുപാട് പദങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അശ്ലീലമായി ഉപയോഗിക്കുന്ന പദങ്ങൾ പോലും പലതും സംസ്കൃതത്തിൽ വളരെ നല്ല ആശയങ്ങളുള്ള പദങ്ങളാണ്. പിന്നീട് പറഞ്ഞ് അത് എന്തായി തീരാണ്? പറഞ്ഞ് അത് വേറെ അർത്ഥങ്ങളിൽ രൂഢമൂലമായി പോവുകയാണ്. അങ്ങനെയാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് ചില പദങ്ങൾ തമിഴര് പറഞ്ഞ ചീത്തയല്ല, മലയാളി പറഞ്ഞ ചീത്തയായി. ചില പദങ്ങൾ അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ധാരാളം പദങ്ങളുണ്ട്. അതാണ് പണ്ട് ജയമോഹൻ, ഇപ്പൊ അതിന്റെ സമയമാണ്, മാതൃഭൂമിയുടെ മലയാളം, മധുര മലയാളം അല്ലേ? ശരി. അപ്പൊ അതിനൊക്കെ ചിലരൊക്കെ പറഞ്ഞ ചില പദങ്ങളുണ്ട്. ചില പദങ്ങൾ ഒരിക്കലൊരു മഹാനുഭാവം പറയണ്ടായി. ജയമോഹനാ പറയുന്നത്, ഞാൻ എൻ്റെ കൃതികളിലെ സംസ്കൃത പദങ്ങൾ എടുത്തു മാറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. എത്ര വലിയ വിവരക്കേടാണ്! വിവരക്കേട് മാത്രമല്ല കാര്യം, അദ്ദേഹം ഭാഷ ഉണ്ടാവാൻ പറ്റില്ല പിന്നെ അല്ലെ? ഭാഷ ഉണ്ടാവില്ല എന്നല്ല, അത് എങ്ങനെ എന്നുള്ളതാണ്. ഭാഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലും എങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റും? നമ്മുടെ ശരീരം പോലെ തന്നെ ഭാഷയുടെ ശരീരം, നമ്മുടെ ശരീരം അല്ലേ? ഇപ്പൊ സുകുമാരൻ സാറിന് പറയാവോ എന്റെ ശരീരത്തിൽ എന്താണ് ഇന്ന കുറുന്തോട്ടിയുടെ അംശം ഞാൻ എടുത്തു മാറ്റും എന്ന് പറയാൻ പറ്റില്ല. അങ്ങയുടെ അച്ഛനും അമ്മയും എന്ത് കഴിച്ചിട്ടുണ്ടാവും? ചിലപ്പോ കുറുന്തോട്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. അവരിൽ നിന്ന് രൂപപ്പെട്ട ആ ചൈതന്യമാണ് എന്താണ്, ആ തേജസ്സാണ് ആരായിട്ട് മാറിയത്? അങ്ങായിട്ട് മാറിയത്. എന്റെ ഈ ശരീരത്തിൽ ഏതിന്റെ എല്ലാം അംശങ്ങൾ എന്റെ ശരീരത്തിലുണ്ടെന്ന് നമ്മൾ കഴിച്ച ഭക്ഷണം മുഴുവൻ നോക്കിയാൽ പോലും നമുക്ക് കിട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള നിരവധി അംശങ്ങളാണ് എന്തായത് നമ്മുടെ ശരീരമായിട്ട് മാറിയിരിക്കുന്നത്.
ഇതുപോലെയാണ് ഭാഷ. എന്തെല്ലാം പദങ്ങൾ അല്ലേ ഒന്ന് നമ്മൾ പറയുമ്പോ ഇംഗ്ലീഷുകാരൻ എഴുതുന്ന ONE അത് ഒനേന്നല്ലേ, ഒനേന്നല്ലേ, ഒനെ ONE അതല്ലേ നമ്മുടെ ഒന്ന് എന്ന് പറയുന്നത്. അപ്പോ നമുക്കിത് പറയാൻ പറ്റില്ല. ഇത് എത്രയോ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും അത് സംസ്കൃത പദങ്ങൾ നമുക്ക് ഇപ്പൊ ചുണ്ട് എന്ന് പറയുമ്പോ ശുണ്ട എന്ന പദം, ശുണ്ട ആനയുടെ തുമ്പിക്കൈ, ആനയുടെ ചുണ്ടും മൂക്കും കൂടെ ചേർന്നതാണ് ശുണ്ട. നമുക്ക് ചുണ്ട്, നമ്മുടെ ചുണ്ട്. എത്രയെല്ലാം പദങ്ങളുണ്ട്, നമുക്ക് കണ്ടെത്താൻ പോലും കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ സംസ്കൃത പദങ്ങൾ എടുത്തു മാറ്റുമെന്ന് പറയുന്നത് എത്ര വലിയ വിവരക്കേടായി പോയി. ഞാൻ അദ്ദേഹത്തിന് മറുപടി അയച്ചതായിരുന്നു, അദ്ദേഹത്തിന് കിട്ടിയോന്ന് എനിക്ക് അറിയില്ല. അത് വന്ന പത്രത്തിലേക്ക് ഞാനത്, ആ പ്രസ്താവന വന്ന പത്രത്തിന് മറുപടിയായിട്ട് ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ വിവരക്കേടും വഞ്ചനയുമാണ്, വഞ്ചനയുമുണ്ട്. കാരണം ഞാനൊരു ഗ്രന്ഥം എഴുതിയാൽ ആ ഗ്രന്ഥം ഒരാൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പറയുന്ന ആശയങ്ങൾ മാത്രമല്ല എന്റെ ഭാഷയും കൂടെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം വിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലെ പദങ്ങൾ മാറ്റും എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയും അല്ലേ? അത് ഇങ്ങനെ ആരാച്ചാര് ഒരുവനെ പലകയുടെ മുകളിൽ നിർത്തിയിട്ട് അവന്റെ പലക വലിക്കുന്നത് പോലെയാണ്. അപ്പൊ അതിൽ വഞ്ചന. അസ്തു ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഒന്നാണ്, ഒരൊറ്റ ഭാഷയാണെന്ന് കൂടെ നമുക്ക് പറയേണ്ടതായിട്ട് വരും അല്ലെ? യൂട്ടറസ് എന്ന് ഇംഗ്ലീഷുകാരൻ എഴുതുമ്പോ UTERAS, ആണ് വിസർഗമായിട്ട് വരുന്നത്. അപ്പൊ ഉദരസ് എന്ന് ഉദരഹാൻ തന്നെയല്ലേ ആ യൂട്ടറസ് എഴുതുമ്പോ അല്ലേ? അതുപോലെ പല പദങ്ങളും ഉണ്ട്. വെഹിക്കിളിന് ഒരു എന്തിനാണ് വന്നത്? നമ്മുടെ വാഹനം. ഡോട്ടർ, ദുഹിതൃ, ഡോട്ടറിലും ഉണ്ട് ഒരു ദുഹിതറിലും ഉണ്ട് ഒരു ദുഹിതൃ തന്നെയാണ് ഡോക്ടർ ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കുക, ഇതൊക്കെ വീണ്ടും അദ്വൈതത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ എന്താണ്? വിഭാഗീയത കലർത്തുന്നതാണ് ദോഷം ആയിട്ട് ഇരിക്കുന്നത്. ഇന്നത്തെ പ്രഭാഷണം ഇവിടെ കൺക്ലൂഡ് ചെയ്യാവുന്നതാണെങ്കിൽ, ഈ ദ്വൈതം എന്നുള്ള ആ ദ്രവിച്ച കുടങ്ങള് എല്ലാം നമുക്ക് തച്ചുടയ്ക്കാം. അതിനുവേണ്ടി സാറിന്റെ ഇന്നത്തെ ഈ പ്രഭാഷണങ്ങൾ നമുക്ക് ഏകമായിട്ടുള്ള പരബ്രഹ്മം, ആ ചൈതന്യം മാത്രമാണ് നമ്മിൽ എല്ലാവരിലും നിലനിൽക്കുന്നത്. ഭീതിർനാമദ്വിതീയാത് ഭവതി നനുവനകൽപിതം ച ദ്വിതീയം അല്ലേ? ആ ഭേദഭാവനയില്ലാതെ ഏകമായിട്ടുള്ള ആത്മാവ് മാത്രമാണ് ഈ പ്രപഞ്ച ചൈതന്യം. ആ ആദ്യ തേജസ്സിൽ നിന്ന് തന്നെയാണല്ലോ നാം എല്ലാം തന്നെ പിറവിയെടുത്തിട്ടുള്ളത്. അതിന്റെ പരമ്പരകളായിട്ടാണ് നമ്മളെല്ലാവരുടെയും, നമ്മൾ ചിന്തിച്ചു നോക്കിയ ഏകമായിട്ടുള്ള ആ ചൈതന്യം മാത്രമാണ് നമ്മിൽ എല്ലാവരിലും നിലനിൽക്കുന്നത്. സാറിന്റെ ഇന്നത്തെ പ്രഭാഷണം നമ്മെ ആ പരമമായ തത്വത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സാറിൻ്റെ അടുക്കൽ ഏറ്റവും ഭക്തി വിനയപൂർവ്വം അപേക്ഷിക്കാൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ദിവ്യക്ഷേത്ര ദർശനത്തിലെ 2ാമത്തെ ശ്ലോകം തിരുനാവായെക്കുറിച്ച് പറയുന്ന, അതിൻ്റെ മാഹാത്മ്യത്തെ പറ്റി പറയുന്ന നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, എന്നിരുന്നാലും പലരും കേൾക്കാത്തവരുമുണ്ട്. സാറ് എങ്ങനെയാണ് അതൊരിക്കൽ കൂടെ നമുക്ക് സമയോചിതമാണല്ലോ, ഇപ്പോഴത്തെ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലോ. 29th ആണ് അവിടുത്തെ 30-ാം തീയതി ആയിരിക്കും അടുത്ത പ്രഭാഷണം നടക്കുന്നത്. ഈ തിരുനാവായ മഹോത്സവം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരിക്കൽ കൂടി നമുക്ക് അത് കേൾക്കാൻ ഇടയാകുകയാണെങ്കിൽ എങ്ങനെ, എന്ത് പറയുന്നു ശ്യാമൻ? തീർച്ചയായിട്ടും വെരി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയം ആണ്. ഒന്ന് റിമൈൻഡ് ചെയ്യുമ്പോഴും നമ്മളെ ഒരു ഉത്തേജനത്തിന് കാര്യമാകും. തീർച്ചയായിട്ടും ചെയ്യാൻ വലിയ ഉപകാരമായിരിക്കും. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച അങ്ങനെയാക്കിയാലും അടുത്ത ആഴ്ച അതിൽ തുടങ്ങിയാൽ നന്നായിരിക്കും. ഒന്നുകൂടെ റിമൈൻഡ് ചെയ്ത് ആകുമല്ലോ. അടുത്ത വെള്ളിയാഴ്ച അങ്ങനെ ആക്കാം അല്ലെ? തിരുനാവായെ പറ്റിയുള്ള ആക്കാം അല്ലെ? ആയിക്കോട്ടെ. നമുക്ക് കഴിയുന്നത്ര ഒരു നല്ല പബ്ലിസിറ്റി കൂടുതൽ ആൾക്കാർ മഹാമണ്ഡലേശ്വർ ഒരു മീറ്റിങ്ങിന് വന്നപ്പോ പറഞ്ഞു, സാറിന്റെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരികയുണ്ടായി എന്നുള്ളത് സ്വാമിജിയുടെ അടുത്ത് പറഞ്ഞു ഞങ്ങള്. അദ്ദേഹം വളരെ വളരെ ജ്ഞാനസ്ഥനാണ്, ചെറുപ്പക്കാരനാണെങ്കിലും വളരെ അതെ. അപ്പൊ അദ്ദേഹം അതെ അതെ അതെ. പിന്നെ പഴയ വിപ്ലവ വീര്യത്തിന്റെ
രീതിയിൽ തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാ. ഓ ഓ ഓ ഓ അത് ശരി ശരി ശരി. എന്ന് തോന്നി. എനിക്ക് ആ സമയത്ത് പരിചയമുണ്ട്, നേരത്തെ ഉള്ള സമയത്തും പരിചയമുണ്ട്. നമുക്കായിട്ടൊരു മഹാമണ്ഡലേശ്വരെ ഉണ്ടാക്കി ഇങ്ങോട്ട് വിട്ടതാണ്. ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതെ, നമ്മുടെ ആ പൈതൃകം ഉണർത്തിയെടുക്കാനുള്ള ഒരവസരം. നമ്മുടെ പൈതൃകം ഉണർത്തിയെടുക്കുന്നത് നമ്മൾ തന്നെ അതെല്ലാം മറന്നു കിടന്നതാണ്. ഓ ഓ അത് ശരി ശരി ശരി. ശരിക്കും വാസ്തവത്തിൽ നമ്മുടെ പൈതൃകങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കലേ നമുക്ക് വേണ്ടൂ വാസ്തവത്തില്. കാരണം അത്രയേറെ, കാരണം നമ്മുടെ ആ ആചാര്യന്മാരുടെ ബൗദ്ധിക തലത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിയേ. കാരണം അവരുടെ ദർശനങ്ങൾ അത്ര വലുതായിരുന്നു, നമ്മുടെ ഇതിനേക്കാളും വലിയ. നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ബുദ്ധിശക്തി കൂടിക്കൂടി വരുന്നു എന്നുള്ളത്. അത് എങ്ങനെയാണ് പറ്റുക? കാരണം ഇൻപുട്ടിന് യോജിക്കാത്തൊരു ഔട്ട്പുട്ട് ഉണ്ടാവാൻ പറ്റില്ല. ഇൻപുട്ടിന് നല്ല വസ്തുക്കൾ ഇട്ടാലേ നല്ല ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ എന്താണ്, എവിടെയും വിഷലിപ്തമായിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്, അല്ലെ? കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും വായു ആണെങ്കിലും വെള്ളം ഒക്കെ വിഷലിപ്തമായിട്ടാ, നശിപ്പിക്കുന്ന വിധത്തിലാണ് പോകുന്നത്. പഴയ ആചാര്യന്മാര് കണ്ടെത്തിയത് എന്താണ്? അവരുടേതാണ് ശരിക്കും കണ്ടെത്തലുകൾ, അല്ലെ? നമ്മള് വലിയ എന്താണ്, വാഹനങ്ങളുടെ ലോകത്ത് നമ്മൾ വലിയ ഇതൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതിൽ അടിസ്ഥാനപരമായിട്ട് ഒരു ചക്രം കൊണ്ട് പിസ്റ്റൺ ഉണ്ടാക്കാമെന്ന് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയ ആ കണ്ടെത്തൽ എത്ര വലുതാണ്! അതല്ലേ ഇതിനൊക്കെ ആധാരമായിട്ട് നിൽക്കുന്നത്. വെറുതെ ഒരു തടി ഉരുണ്ട് വരുന്നത് കണ്ട് അതിനെ ചെറുതാക്കി മുറിച്ചാലും അത് ഉരുളും, അത് ചക്രമായിട്ട് ഉപയോഗിക്കാം. ആ ചക്രത്തെ നമുക്ക് ഒരിടത്ത് എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ട് വെച്ചിട്ട് അത് തിരിയുമ്പോ അതിന്റെ ഒരറ്റത്തെ ഒരാണി കൊടുത്താൽ അത് മുകളിലേക്കും താഴേക്കും വരും. അതിനോട് ഘടിപ്പിച്ച് പിസ്റ്റൺ പ്രവർത്തിപ്പിക്കാമെന്ന് കണ്ടെത്തൽ എത്ര വലുതാണ്, അല്ലെ? ആ കണ്ടെത്തൽ എത്ര വലുതാണ്. അതിന്നാണല്ലോ ഇതിലേക്കൊക്കെ നമ്മള് പോയത്. അപ്പൊ അതാണ് പ്രാചീനരുടെ കണ്ടെത്തലുകൾ, അവരുടെ ബുദ്ധിശക്തി, ശേമുഷി ബലം എന്നൊക്കെ പറയുന്നത് അചിന്ത്യ പ്രഭാവമാണ് എന്ന് തന്നെ നമ്മൾ അവരുടെ മുമ്പിൽ പ്രണമിച്ചു പോവുകയേ ഉള്ളൂ. സാറ് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ശബ്ദം ഉണ്ടാക്കുന്നത് സംസ്കൃതത്തിലെ ആ ശബ്ദത്തിന്റെ തിയറി ഉണ്ടല്ലോ, ഓരോ സ്ഥലത്ത് കണ്ഠം, ആ തിയറി വെച്ചിട്ടാണ് ഏത് ഭാഷയിലെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ടാകുന്ന അത് വെച്ചിട്ടാ. അതാണ് അതിന്റെ ബേസിക് തിയറി. അതാണ് പാണ്ഡ്യൻ ഫോണോളജിയാണ് അത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇവിടെ ഇംഗ്ലീഷ് PGക്ക് പഠിക്കുന്ന കുട്ടികൾക്കും എന്തുണ്ട്, പാണിനിയൻ ഫോണോളജി ഉണ്ട് അവരുടെ സിലബസിൽ. ഇപ്പൊ ഉണ്ടെന്നറിയും, പാണ്ഡ്യൻ ഫോണോളജി ഉണ്ട്. ഞാൻ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് പാണ്ഡ്യൻ ഫോണോളജി. എന്തിനാണ് പാണ്ഡ്യൻ അപ്പൊ അവരത് കണ്ടെത്തി, അവരതിനെ ആദരവോടുകൂടി കണ്ടെത്തി. ഇവിടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതിനെ തമസ്കരിക്കുന്നു. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ. കാരണം ഇവിടെ വിപ്ലവവാദികൾ എന്ന് പറയുന്നവർക്ക് ആളെ കിട്ടണമെങ്കിൽ എന്ത് വേണം? അവർക്ക് നിരീശ്വരന്മാരെയാണ് ആവശ്യം. അതിനെന്ത് വേണം? ഭാരതീയ സംസ്കാരത്തെ തള്ളിക്കളയാം. മെക്കാളെ പ്രഭു പണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ദുഷിപ്പിച്ചു. അത് തന്നെ ഇന്ന് ഇവിടെ പലരും തുടർന്നു കൊണ്ടുപോകാൻ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാണ്ഡ്യൻ ഫോണോളജിയാണ്, പാണ്ഡ്യൻ ശിക്ഷയാണ് എന്തിലേക്ക് വരെ എത്തിയിട്ടുള്ളത്? നമ്മള് പാട്ടിൽ സരിഗമ പദനി ഇല്ലേ, സംഗീതത്തിന്റെ ഗാന്ധാരാദി പേര് കൊടുത്തിരിക്കുന്ന ആരാ? പാണിനിയാ കൊടുത്തിരിക്കുന്നത്. അതാണ് സംഗീതശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നത്. അത് എവിടെ നിന്ന് ഉദ്ഭവിക്കുന്നു ഓരോ നാദവും എന്ന് പാണിനിയാണ് അതിനെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പാണ്ഡ്യൻ ഫോണോളജി ഇതിന് ആധാരമായിട്ട് വരുന്നത്. അത് കണ്ടെത്തിയ ആൾ അദ്ദേഹമാണ്. അത് ശിവസൂത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആണല്ലോ, അല്ലെ? പാണിനിയ ഫോണോളജിക്ക് എത്ര ശാസ്ത്രീയമാത്, എത്ര ശാസ്ത്രീയമാണ്. ഹകാരത്തെ 2 സ്ഥലത്ത് പറഞ്ഞിരിക്കുക. അക്ഷരമാലയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഈ ഉണ്, ആ ഈ ഉ എന്നാ പറഞ്ഞുള്ളൂ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പോലെ ആ ഈ ഉ എന്ന് പറഞ്ഞില്ല. അതിനെന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്? ആ ഈ എന്ന് പറയാതിരുന്നത് അതുകൊണ്ട് തീരില്ല. ഒരാകാരം തന്നെ 18 പ്രകാരത്തിൽ വേണം ഉച്ചരിക്കാൻ. അപ്പൊ നമ്മുടെ അക്ഷരമാല പറഞ്ഞു തീരണമെങ്കിൽ എത്ര നേരം വേണം? അതുകൊണ്ടാണ് ആ ഏറ്റവും അടിസ്ഥാനം തന്നെ പറഞ്ഞു. അകാരത്തിന് എന്തുണ്ട്? ആ ഈ ഉ
ഋകാരം അതുവരെ എന്തുണ്ട്? അതിന് 18 ഭേദങ്ങളാണ് ഉള്ളത്. ഋകാരത്തിന് 12 ഭേദങ്ങൾ. എ ഓ ഐ ഔ ഇവയ്ക്ക് 12, ഇവയ്ക്കും 12 ഭേദങ്ങള്. 18 ആ ഈ ഊ ഋ ഇവയ്ക്ക് എന്താണ് 18 ഭേദങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് എന്നിട്ട് ഇപ്പൊ നമ്മുടെ ആളുകൾ പലരും എന്ത് പറയുന്നത്? ഋകാരം ഭാഷയിൽ വേണ്ട എന്ന് പറയുന്നത്. സ്വരം വേണ്ട, അതിന് പകരം റാ ഉപയോഗിച്ചാൽ മതി. ഏറ്റവും എന്താണ് പറയാ, ആ ഭേദം തന്നെ നോക്കിയാൽ മതി. ഈ ഭേദങ്ങൾ എന്താണ്? ഹ്രസ്വം, ദീർഘം, പ്ലുതം. എന്താണ്? ആ ആ ആ എന്നുള്ളത് സാധാരണ ഹ്രസ്വം, ആ എന്നുള്ളത് ദീർഘം, ആന എന്നൊക്കെ പറയുന്നിടത്തെ. ആ എന്നുള്ളത് എന്താണ്? ഒരാളെ ദൂരത്ത് നിന്ന് വിളിക്കുമ്പോ ഉപയോഗിക്കുന്നത്. കൃഷ്ണ എന്ന് വിളിക്കുമ്പോ ദീർഘത്തെക്കാളും നീണ്ടുപോയി, അതിനാണ് പ്ലുതം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വികാരത്തിന് പകരം റാ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്ന പണ്ഡിതന്മാർ എത്ര വലിയ വിവരക്കേടാണ് പറയുന്നത്. സ്വരത്തെയാണ് ഹ്രസ്വവും ദീർഘവും പ്ലുതവുമാക്കാൻ പറ്റുകയുള്ളൂ. ആ എന്ന് നമുക്ക് പറയാം. ആ ആ ആ ഈ ഈ നമുക്ക് പറയാം. ഏത് വ്യഞ്ജനത്തെയാണ് അങ്ങനെ പറയാൻ പറ്റുക? ക എന്നുള്ളതിനെ എങ്ങനെയാണ് ദീർഘിപ്പിക്കുക? സ്വരം ചേർത്താലേ ദീർഘമാക്കാൻ പറ്റുള്ളൂ. സ്വരം, അതാണ് സ്വരിക്കുക. സ്വരം മാത്രമല്ല, ദീർഘമാക്കൽ മാത്രമല്ല, അത് ശബ്ദിക്കണമെങ്കിലും കായയുടെ സ്വരൂപം, കായിൽ നിന്ന് അകാരം മാറ്റിയിട്ടുള്ള സ്വരൂപം നമുക്ക് കേൾക്കണമെങ്കിൽ പോലും സ്വരം വേണം. അല്ലെങ്കിൽ എന്താണ്ടാവുക? അത് സ്പർശാക്ഷരമാണ്. ആ മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? നമ്മുടെ നാവിന്റെ പിൻഭാഗം നമ്മുടെ എന്താണ് കണ്ടത്തിന്റെ മുകളിൽ മുട്ടി നിൽക്കുന്ന സ്വഭാവമാണ് എന്ത്? കായില് ആ മാറ്റ എന്ന് നമ്മൾ പറയുന്നത്, എന്ന് പറയുന്നത് എന്താണ്? അത് സ്വരത്തെ സംവരണം ചെയ്ത് പറയുന്നതാ, സമൃദ്ധമായിട്ട് പറയുന്നതാ. അപ്പൊ ആ എന്നുള്ള ഭാഗം കൂടെ പറഞ്ഞാലേ നമുക്ക് കേൾപ്പിക്കാൻ തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? സ്പർശാക്ഷരങ്ങളാണ്, സ്പൃഷ്ടമാണ്. അപ്പോ നാവിന്റെ പിൻഭാഗം മുകളിൽ അണ്ണാക്കൽ എന്ത് ചെയ്യും? മുട്ടി ഇങ്ങനെ നിൽക്കും. ഇതാണ് കേട് ശരിക്കുള്ള സ്വഭാവം. അത് കേൾക്കണമെങ്കിൽ തന്നെ സ്വരിക്കണം, ശബ്ദിക്കണം. അപ്പൊ നമ്മള് എന്നും കൂടെ ചേർത്തേ അത് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മിണ്ടാൻ പോലും പറ്റില്ല. ഇങ്ങനെ മുട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കായുടേത്, എന്നുള്ളതിന്റെ ശരിക്കുള്ള രൂപം. അതുകൊണ്ടാണ് സ്വരിക്കുന്നത്. ആ സ്വരത്തെ നമ്മൾ ചിലപ്പോ സമൃദ്ധമായിട്ട് പറയും. ക എന്നല്ലെങ്കിൽ നമ്മള് എന്ന് പറയുന്നത് എന്താണ്? അത് സമൃദ്ധമാക്കി പറയുന്നതാ. സമൃദ്ധ അകാരമാണ് അത്, സ്വര സംവരണം ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പൊ സ്വരിക്കുന്നതാണ് സ്വരം. അപ്പൊ എന്നുള്ളത് നമുക്ക് നീട്ടാം. അല്ലെ? ഋഷി, ദീർഘം, പിതൃൻ അണ്ടാ നീട്ടാൻ പറ്റും. റീപോഷൻ അല്ലെ? മറ്റേ ഹരിതാമകീർത്തനത്തിൽ റീപോഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ദീർഘത്തിലുള്ള അല്ലേ? റീപോഷൻ എന്ന് ചിലർ ഭാഷിക്കലും ചില കളിഭാവി എന്ന് പറയുന്നാകിലും നമുക്ക് സുശീല ഏതാണ് ചോദിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്? സുശീല വല്ലതും അത്യാവശ്യം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. അപ്പം രാധ നമുക്ക് നിർവ്വാണാഷ്ടകത്തോടുകൂടി കൺക്ലൂഡ് ചെയ്യാം. ഗുരുഭ്യോ നമഃ. ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ശ്രോത്രജിഹ്വേ ന ഘ്രാണനേത്രേ ന വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ന ച പ്രാണസഞ്ജോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ
മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ച സംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഗുരുഭ്യോ നമഃ.